താങ്ക് യു പാസ്റ്റർ. ദൈവത്തിൻ്റെ പൊന്നുതരുനാമം നല്ല സന്ധ്യാവേളയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ആദരണീയരായ ദൈവദാസന്മാർ, ഗാനങ്ങൾ പാടി സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ, ശബ്ദസീമയ്ക്കുള്ളിൽ ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കളും, മീഡിയയിൽ കൂടി വിവിധ രാഷ്ട്രങ്ങളിലും വിവിധ തലങ്ങളിലും ഇരുന്ന് ഞങ്ങളെ കാണുന്ന എല്ലാ ദൈവമക്കൾക്കും, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, സഹോദരി സഹോദരന്മാർ, എല്ലാ പ്രിയ മക്കൾക്കും ഒരിക്കൽ കൂടി വേഗം വരുന്ന ക്രിസ്തയേശുവിൻ്റെ നാമത്തിലുള്ള ധന്യവന്ദനത്തെ പ്രകാശിപ്പിക്കുന്നു. മാറ്റമില്ലാത്ത തിരുവെഴുത്തും യേശു ക്രിസ്തുവിലുള്ള സാക്ഷ്യവും നിമിത്തം ഒരു ദിനം കൂടി ദൈവവചനവുമായി നിൽപ്പാൻ എളിയവനെയും ദൈവം ബലപ്പെടുത്തിയതിനായ സ്തോത്രം. ഇതിൻ്റെ പിൻപിൽ നേതൃത്വം കൊടുക്കുന്ന ക്രിസ്ത്യൻ ലൈവ് ടെലിവിഷൻ, അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് ക്രിസ്ത്യൻ യൂത്ത് മൂവ്മെൻറ്റിൻ്റെ ഫേസ്ബുക്ക് പേജ്, അതിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ദൈവദാസന്മാർ, ദൈവകുഞ്ഞുങ്ങൾ, എല്ലാവരോടുമുള്ള അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നത് ദൈവം ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. ഈ രണ്ടാമത് രാത്രിയും യേശുക്രിസ്തുവിൻ്റെ മേഘപ്രതീക്ഷതയെപ്പറ്റി, വരാൻ പോകുന്ന തേജസ്സിൽ ദൈവസഭയുടെ ഉൽപ്രാപണത്തെപ്പറ്റിയും ദൈവവചനത്തിൽ കൂടി നാം ചിന്തിക്കും. 8 വാക്യങ്ങൾ മുഴുവൻ പ്രവചനത്തിൽ കൂടിയായിരിക്കും. സക്കറിയ പ്രവചനത്തിൽ കൂടിയും വെളിപ്പാട് പുസ്തകത്തിൽ കൂടിയും ഈ രണ്ടാം ദിനവും ചിന്തിക്കും. കർത്താവ് അനുവദിച്ചാൽ അടുത്ത രാത്രി മുതൽ വരാൻ പോകുന്ന ഗോഗ് മാഗോഗ് യുദ്ധവും ഇന്നത്തെ ഇസ്രയേലും അബുദാബിയും കരാറുകളെ പറ്റിയൊക്കെ ഒരുമിച്ച് നാം ചിന്തിക്കുന്നതായിരിക്കും. ഒന്നാമത്തെ രാത്രിയിൽ വിശ്വാസത്തോടെ 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും, ദൂഷണനാമം എന്ന് പറഞ്ഞ ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നത് ഞാൻ കണ്ടു. അത് പുള്ളിപ്പുലിക്ക് സദൃശം. അതിൻ്റെ കാൽ കരടിയുടെ കാൽ, അതിന് സിംഹമുഖവും കരടിയുടെ കാലും ഇറാഖിനെയും സിറിയയെയും ഉൽപ്പത്തി പുസ്തകത്തെ നിവൃത്തിയായി കാണിച്ചു. അങ്ങനെയെങ്കിൽ ഈ മാളുകളുടെ നിവൃത്തിയിൽ ട്രേഡ് ബാബിലോൺ എന്നൊരു ഏറ്റവും നിർണായകമായ വ്യാപാര സമുച്ചയം ലോകത്തിൽ വരുന്നതിനെ തൊട്ട് കാണിച്ചുകൊണ്ട് നിർത്തിയത്. അതിൻ്റെ രണ്ടാം ഭാഗമായി അവിടെ മനുഷ്യനോടുള്ള ബന്ധത്തിൽ ട്രേഡ് ബാബിലോണും ഇറാഖിൻ്റെ തകർച്ചയും യേശു ക്രിസ്തുവിൻ്റെ മേഘപ്രത്യക്ഷതയെപ്പറ്റി നാം ഒരുമിച്ച് ചിന്തിക്കും. എല്ലാ രാഷ്ട്രങ്ങളിലും ഇന്ന് COVID-19 പാൻഡമിക് സിറ്റുവേഷന് ആയിരക്കണക്കിന് പേർ ഈ രോഗത്തിൽ നിന്ന് മരണപ്പെട്ടു. അമേരിക്കയിലും ബ്രസീലിലും ഇന്ത്യയിലും ലോകത്തെ ഏറ്റവും വലിയ കണക്കായി ആയിരങ്ങൾ മരിച്ചു വീഴുന്നു. ഇതിനൊരു പരിസമാപ്തിയിൽ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത ചില പേരുകളൊക്കെ നമ്മൾ കേൾക്കാൻ ഇടയായി. ക്വാറന്റൈൻ, ലോക്ക്ഡൗൺ, സാനിറ്റൈസർ, ഹാൻഡ് വാഷ്, തെർമൽ സ്കാനർ, ഒത്തിരി പേര്, ആൻറ്റിജൻ ടെസ്റ്റ്, PCR ടെസ്റ്റ്, PPE കിറ്റ്, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കേൾക്കാനിടയായി. എല്ലാവർക്കും ഒരു ഭയം ജീവിതത്തിൽ ആഞ്ഞടിച്ചിരിക്കുന്നു. എവിടെ നോക്കിയാലും വൈറസ്, ഫുഡിനകത്ത് വൈറസ്, നോട്ടിനകത്ത് വൈറസ്, എല്ലാവരും ഗ്ലൗസ് ഉപയോഗിക്കുന്നു. എവിടെ ചെന്നാലും വൈറസിൻ്റെ ഭയമായി പേടിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് വൈറസ് കയറാത്ത ഒന്ന് മാത്രമേ നമ്മുടെ മുൻപിലുള്ളൂ. വാഹനത്തിൽ വൈറസ്, ഫുഡിനകത്ത് വൈറസ്, മെഡിക്കൽ സ്റ്റോറിൽ വൈറസ്, ബാങ്കിനകത്ത് നോട്ട് മേടിക്കാൻ പോലും ഗ്ലൗസ് വൈറസ്, ഏത് സാധനം എടുത്തു അടുക്കളയിൽ വരെ സഹോദരിമാർ ഗ്ലൗസ് ഇട്ട് പാചകം ചെയ്യുന്നു, വൈറസ്. ഇന്ന് വൈറസ് ഇല്ലാത്തത് ഒന്ന് മാത്രമേ ഉള്ളൂ, ദൈവത്തിൻ്റെ വചനത്തിൽ മാത്രം വൈറസ് ഇല്ല. സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായി നിൽക്കുന്ന ദൈവത്തിൻ്റെ വചനം. ഈ പാൻഡമിക് സിറ്റുവേഷനിൽ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ ലോക നേതാക്കളെല്ലാം ഒരു ഭരണാധികാരിയെ കാത്തിരിക്കുന്നു. 1 വേ വേൾഡ് ഓർഡർ, അല്ലെങ്കിൽ ന്യൂ വേ വേൾഡ് ഓർഡർ. ലോകം ഒരുവൻ്റെ കയ്യിലേക്ക് എത്തുവാൻ വേണ്ടി കാത്തിരിക്കുന്നു. അതുകൊണ്ട് അതിന് നിതാന്തമായി നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചു തുടങ്ങിയത് ഇറാഖിൽ വരുന്ന ബാബേൽ മാളും അതിനോടനുബന്ധിച്ച് ഈ രാത്രിയിൽ നാം ഒരുമിച്ച് ചിന്തിക്കുന്നത് 2 കാര്യങ്ങളാണ്. 1 സഭയാകുന്ന ബാബിലോണും, 2 ട്രേഡ് ബാബിലോണും. 2 കാര്യങ്ങളും ഈക്വലായിട്ട് ഇറാഖിൻ്റെ തകർച്ചയെപ്പറ്റിയും വരുവാനിരിക്കുന്ന കാലത്തെപ്പറ്റിയും ദൈവവചനത്തിൽ കൂടി ഒരിക്കൽ കൂടി നാം ചിന്തിക്കും. ആധാരമായി ഒരിക്കൽ കൂടി നാം കഴിഞ്ഞ ദിവസം വായിച്ച വചനത്തിലേക്ക് കടന്നു വരും. സക്കറിയ പ്രവചനം 5-ാം അധ്യായം 11-ാമത്തെ തിരുവെഴുത്ത് വായിക്കാം. അതിന് അവൻ ശീനാർ ദേശത്ത് അവർ അവൾക്കൊരു വീട് പണിവാൻ പോകുന്നു. അത് തീർന്നാൽ അവളെ സ്വസ്ഥാനത്ത് പാർപ്പിക്കുമെന്ന് എന്നോട് പറഞ്ഞു. ഇറാഖിൽ വരുന്ന ട്രേഡ് ബാബിലോണിനെ പറ്റി വ്യക്തമായി ഈ രാത്രിയിൽ നാം പ്രതിപാദിക്കും. ബൈബിളും സയൻസും അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും.
ഒരിക്കൽ കൂടി നാം ചിന്തിക്കുന്നത്. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയ്ക്കാം. മഹാദൈവം ഈ രാത്രിയും തൻ്റെ ദൂതസഞ്ചയവുമായി നമ്മുടെ നടുവിൽ ആഗതനായിട്ടുണ്ട്. ഒരിക്കൽ കൂടി കുഞ്ഞെ, 2017 കണ്ടവർ 18 കണ്ടില്ല, 18 കണ്ടവർ 19 കണ്ടില്ല, 19 കണ്ടവർ 20 കണ്ടില്ല. 20 9-ാമത്തെ മാസവും മഹത്വവാനായ ദൈവം നമ്മെ കാത്തു പരിപാലിക്കുന്ന ദയക്കായി നമുക്ക് ദൈവസന്നിധിയിൽ കണ്ണുകളെ അടയ്ക്കാം. ഒരു മരണം നമ്മളെ സമീപിക്കാമായിരുന്നു. ഒരു COVID-19 നമ്മുടെ കുടുംബത്തിൽ വരാമായിരുന്നു. ഒരു കൊറോണയുടെ എഫക്റ്റ് നമ്മുടെ കുഞ്ഞുങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് വരാമായിരുന്നു. എന്നാൽ കൃപയാൽ 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 കർത്താവ് നമ്മളെ കാത്തതിനായി എല്ലാ ഉള്ളങ്ങളും ഒന്ന് സമർപ്പിച്ചാട്ട്. ഇപ്പോൾ തന്നെ ചാനലുകളുടെ മുമ്പിൽ, മീഡിയയുടെ മുമ്പിലിരിക്കുന്ന കുഞ്ഞുങ്ങളൊന്ന് സമർപ്പിച്ചാട്ട്. 9-ാം മണി നേരം സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി 2 ദൈവത്തിൻ്റെ ദാസന്മാർ കടന്നു പോകുന്നു. അവർ 2 പേര് കടന്നു പോകുന്നതിൻ്റെ നിറവിൽ അപ്പോസ്തല പ്രവൃത്തി 1 യേശു പറഞ്ഞ വാഗ്ദത്തത്തെ നിവൃത്തി. ഈ ശക്തി പ്രാപിച്ചിട്ട് വേണം നിങ്ങൾ പട്ടണം വിട്ടുപോകാൻ. 2-ാം അധ്യായത്തിൽ സഗിയോൻ മാളിക മുറിയിൽ അവർ ഇരിക്കുമ്പോൾ ഈ ശക്തി പ്രാപിക്കുന്നു. 3-ാം അധ്യായത്തിൽ 9-ാം മണി നേരം സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിൻ്റെ നടുവിൽ, ഇസ്രായേലിൻ്റെ ദൈവാലയത്തിൻ്റെ നടുവിലിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ദൈവത്തിൻ്റെ ദാസന്മാർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കടന്നു പോകുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സഹോദരന്മാരെ, എനിക്ക് വല്ലതും തരണേ. ആ ദൈവദാസന്മാർ കുനിഞ്ഞു. ആ കുഞ്ഞിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. കുഞ്ഞെ, ഞങ്ങളുടെ കൈ പൊന്നും വെള്ളിയും ഒന്നുമില്ല. അവൻ്റെ കരം പിടിച്ചിട്ട് പറഞ്ഞു, യേശുവിൻ്റെ വലിയ നാമം ഞങ്ങളുടെ കരത്തിലുണ്ട്. ആ സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ആ ചെറുപ്പക്കാരൻ്റെ മേളിലേക്ക് പാഞ്ഞിറങ്ങിയപ്പോൾ, അവൻ്റെ ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെ അഭിഷേകത്തിൻ്റെ കൃപ ഇറങ്ങിയപ്പോൾ അവൻ്റെ നരയാണികൾ ഉറച്ചു. അവൻ തുള്ളിച്ചാടി എഴുന്നേൽക്കാനിടയായെങ്കിൽ ഈ കൺവെൻഷൻ്റെ 2ാമത് രാത്രി വചനം ശക്തമായി, ഹല്ലേലൂയ, ആരാധന ശക്തമായി, പ്രാർത്ഥന ശക്തമായി വെളിപ്പെടുമ്പോൾ ചില മുടന്തായ കണ്ണുകൾ തുറക്കട്ടെ, മുടന്തായ കാലുകൾ എഴുന്നേൽക്കട്ടെ, ചില കുരുടായ കണ്ണുകൾ തുറക്കട്ടെ, ചില പാപത്തിൻ്റെ കുഷ്ഠങ്ങൾ മാറട്ടെ. ചില കുഞ്ഞുങ്ങൾ, ഹല്ലേലൂയ, നാളുകളായി പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് ആരും എഴുന്നേൽപ്പിക്കുകയില്ലെന്ന് ലോകം പറയുന്ന സ്ഥാനത്തിനകത്ത് തുള്ളിച്ചാടി എഴുന്നേറ്റ് ദൈവത്തെ ആരാധിപ്പാ. ഈ പ്രഭാഷണ പരമ്പരകൾ മുഖാന്തരമാകട്ടെ. കരുണാമയനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. ഒരു രാത്രി കൂടി തിരുപ്പാദ പീഠത്തിലേക്ക് ഞങ്ങൾ വരുന്നു. വെയിലാറിയ സമയത്ത് ഏദന്റെ പറുദീസയിൽ തൻ്റെ മക്കളുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന മഹാദൈവം ഈ 2ാമത് രാത്രി ഞങ്ങളുടെ കൺവെൻഷന്റെ നടുവിൽ അങ്ങ് ഉലാവുന്നതിനായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. ഒരിക്കൽ കൂടി കൺവെൻഷൻ ശ്രദ്ധിക്കുന്ന എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കണേ. മീഡിയയിൽ കൂടി, ചാനൽ കൂടി കാണുന്ന കുഞ്ഞുങ്ങൾ ഈ രാത്രി ദൈവത്തിൻ്റെ കരം തൊടുന്ന രാത്രിയായി മാറട്ടെ. അനേകം പേർ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതുവാൻ അന്ത്യകാലത്തിന്റെ ഈ ദൂത് കേട്ട്, ഓ ഹല്ലേലൂയ, പ്രവചനത്തിന്റെ ദൂത് പോലെ അന്ത്യകാലത്ത് ഒരു ദൂത് കേട്ടുകൊണ്ട് ജനം വിശുദ്ധിയിലേക്കും വേർപാടിലേക്ക്, ഹല്ലേലൂയ, വചനത്തിലേക്കും ഉറച്ചുകൊണ്ട് വിശ്വസ്തയോടെ ജീവിപ്പാൻ ഈ കൺവെൻഷൻ പരമ്പരകൾ മുഖാന്തരമാകട്ടെ. ഇതിന്റെ പിൻപിലായിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. ഓരോ കാര്യങ്ങൾ ചെയ്തെടുക്കുന്ന എല്ലാ മക്കളെയും, മീഡിയയും കുഞ്ഞുങ്ങളെയും, ഇതിന്റെ പിൻപിൽ സഹകരിക്കുന്ന മക്കളെല്ലാം ദൈവം അനുഗ്രഹിക്കണമേ. ദേശത്തിന്റെ പല ദിക്കുകളിൽ നിന്ന് സത്യവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണേ. അവരുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, അവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ പ്രക്ഷേപണം ചെല്ലുന്ന സ്ഥലത്തെല്ലാം ഒരു പരിശുദ്ധാത്മാവിന്റെ കാറ്റ് പെന്തക്കോസ്ത് നാളിൽ, ഹല്ലേലൂയ, സഗിയോൻ മാളിക മുറിയിൽ നിന്ന് ഒഴുകിയ ഒരു നദി പോലെ ഈ അന്ത്യകാലത്ത് 2020 ഒരു അഭിഷേകത്തിന്റെ കാറ്റ് സകല സ്ഥലത്ത് ഒഴുകുവാൻ ഈ കൺവെൻഷൻ മുഖാന്തരമായി മാറട്ടെ. എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കണമേ. ഒരു രാത്രി കൂടി വചനവുമായി അടിയൻ നിൽക്കുന്നു. കഴിഞ്ഞ രാത്രി നിന്നതിന്റെ ബലത്തിലല്ല, ബലഹീനതയുണ്ടെങ്കിൽ പൗലോസ് പറഞ്ഞതുപോലെ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനെന്ന് പറഞ്ഞുകൊണ്ട് അന്ത്യകാലത്തിന്റെ ഒരു ദൂത് പറയുക. ഈ എളിയ ദാസനെയും ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ പേരോ പ്രശസ്തിയോ ടെലിവിഷൻ ചാനലിന്റെ പേരൊന്നും ഉയരണ്ട. ഒരിക്കൽ കൂടി ഞങ്ങൾ താഴ്ത്തി സമർപ്പിക്കുന്നു. നസ്രയന്റെ നാമം മാത്രം ഈ കൺവെൻഷനിൽ ഉയരണം. ആദ്യോടന്ത് ഞങ്ങളുടെ മക്കളെയും കുടുംബങ്ങളെ തിരു സാന്നിധ്യത്തിൽ മറിക്കണം. എല്ലാ നല്ല ദാനങ്ങൾക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന മാനിക്കും, തുടർന്നും അനുഗ്രഹിക്കും. മഹത്വപ്പച്ചൻ യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യഭാഗത്തിലേക്ക് നാം കടന്നു വരികയാണ്. കഴിഞ്ഞ രാത്രി നാം ഒരുമിച്ച് ചിന്തിച്ച ഭാഗത്തിൽ 2007 സദാം ഹുസൈൻ മാറിയിട്ട് ഇറാഖിനകത്ത് ഒരു ഭരണാധികാരി വന്നു. ആ ഭരണാധികാരിയുടെ പേര് നൂറൽ മാലിക്കി. ഇറാഖിൻ്റെ പ്രധാനമന്ത്രിയായി ജപ്പാനുമായി സഹകരിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ ഒരു മാൾ ഇപ്പോൾ പശയും ഇഷ്ടികയും ചുട്ടുകൊണ്ട് ട്രേഡ് ബാബിലോൺ ഇറാഖിനകത്ത് പണിഞ്ഞുകൊണ്ടിരിക്കുന്നു. വളരെ ശക്തമായ ഒരു ബാബേൽ മാളായി
ഇത് മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ മാളിനെ പറ്റി വിശുദ്ധ വെളിപ്പാട് പുസ്തകത്തിനകത്ത് ബാബേലിനെ സംബന്ധിച്ച് 2 കാര്യങ്ങൾ വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട്. 1 സഭയാകുന്ന ബാബിലോൺ, 2 വ്യാപാര ബാബിലോൺ. ഇത് രണ്ടും തകർച്ചയിലേക്ക് പോകുന്ന ഒരു കാലത്തിലേക്ക് ലോകം വരും. അങ്ങനെയെങ്കിൽ ഇന്നത്തെ മെഡിക്കൽ സയൻസ്, ആധുനിക ലോകം, അഥവാ ഒരു മാളിനകത്ത് കയറിയാൽ സകല സാധനങ്ങൾ കിട്ടുന്നതിന് നിവൃത്തിയായി ബൈബിളിനകത്ത് വരുന്ന പ്രവചനങ്ങളോടനുബന്ധിച്ച് മുഴുവൻ കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 ബാബിലോണെയും താരതമ്യപ്പെടുത്തുന്നു. 1 സഭയാകുന്ന ബാബിലോൺ, 2 ട്രേഡ് ബാബിലോൺ. അങ്ങനെയെങ്കിൽ സഭയാകുന്ന ബാബിലോണിനെ പറ്റി വിശുദ്ധ വെളിപ്പാട് പുസ്തകത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. കൈവിടപ്പെട്ടു പോയ സഭ, സത്യസഭ, കൈവിടപ്പെട്ട സഭ. വിശുദ്ധ വെളിപ്പാട് പുസ്തകം ആധാരമായി വായിക്കും. 18-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. തന്റെ വേശ്യാവൃത്തിയുടെ മദ്യത്താൽ ഭൂവാസികളെ മത്തരാക്കിയവളായി. ഭൂവാസികളെ മത്തരാക്കിയവളാൽ. അടുത്തത് പെരുവെള്ളത്തിൻ മീതെ ഇരിക്കുന്ന മഹാവേശ്യയുടെ ന്യായവിധി ഞാൻ കാണിച്ചു തരാമെന്ന്. മഹാവേശ്യ, വേശ്യ എന്ന് പറഞ്ഞാൽ മറ്റൊരു അഭിപ്രായത്തിൽ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കരുത്. വേശ്യ എന്ന് ഉദ്ദേശിക്കുന്നത് വിശുദ്ധ വെളിപ്പാട് പുസ്തകം ഉപദേശത്തിൽ തെറ്റിക്കുന്ന നാമധേയ സഭയ മഹാവേശ്യ. അടുത്ത വാക്യം കൂടെ വായിച്ചാട്ടെ കുഞ്ഞെ. അടുത്ത വാക്യം. അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ 7 തലയും 10 കൊമ്പും ഉള്ളതായി ദൂഷണനാമങ്ങൾ നിറഞ്ഞ് കടും ചുവപ്പുള്ളൊരു മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു. കടും 10 കൊമ്പ് 7 തല. ഇന്നത്തെ റോമിലെ എക്യൂമെനിക്കൽ സഭയുടെ അധികാരത്തിലിരിക്കുന്ന പോപ്പുമാരെ മറിച്ചുകൊണ്ട് ഒരു നാമധേയ സഭ വെളിപ്പെട്ടു വരും. അവളുടെ വേശ്യാവൃത്തിയിൽ പരസംഗം, ഉപദേശത്തെ തെറ്റിക്കുന്ന. ഇതാ ബാബേലിനകത്ത് ട്രേഡ് ബാബിലോൺ, വ്യാപാരവും. അടുത്തത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ സഭയാകുന്ന ബാബിലോൺ, ഉപദേശത്തെ തെറ്റിക്കുന്ന സത്യസഭ. 2-ാം ദിവസം വിശ്വാസികളെ ശ്രദ്ധിക്കണം. രക്ഷ, മാനസാന്തരം, സ്നാനം, വേർപാട്, വിശുദ്ധി, അതിനപ്പുറം പരിശുദ്ധാത്മ അഭിഷേകം, വരാനിരിക്കുന്ന നിത്യത, ഇത് പറയാത്ത സകല കരിസ്മാറ്റിക് കൂട്ടങ്ങളും തള്ളപ്പെട്ട സഭ. അതിൻ്റെ പേര് കൈവിടപ്പെട്ട സഭ. കാൽവറി രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട കുഞ്ഞുങ്ങൾ വിശ്വാസത്തിന്റെ പ്രമാണമേറ്റ് രക്ഷയുടെ ദൂതുവാഹിയായി അവർ പാപത്തെ മാറ്റി അനുതപിച്ച് മാനസാന്തരപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മുങ്ങി സ്നാനമേറ്റ് ആത്മാവിലും സത്യത്തിലും വേർപെട്ട കൂട്ടമായി ആരാധിച്ച് അഭിഷേകം പ്രാപിച്ച് തിരുമേശയിൽ പങ്കാളിയാകുന്ന സഭയ സത്യസഭ, ദൈവസഭ. ബാക്കി എല്ലാ സഭകളും നാമധേയ സഭ. അത് ഭൂലോകത്തെ മത്തരാക്കി അവളുടെ വേശ്യാവൃത്തിയിൽ ഉപദേശത്തെ തെറ്റുകളെയും. ഇതാ ബാബിലോണിയ സഭ. ഇനി ചില ചരിത്രത്തിലേക്ക് നിങ്ങൾ കേൾക്കണം. ഇറാഖിൽ ഒരു നായാട്ടുപീരനുണ്ടായിരുന്നു, നിമ്രോദിന്റെ ഭാര്യയുടെ പേരാ സെറാമിസ്. ആ സെറാമിസ്, നിമ്രോദ് ഏതോ രാത്രിയിൽ കൊല്ലപ്പെട്ടു. എങ്ങനെ കൊല്ലപ്പെട്ടെന്ന് അറിയത്തില്ല. അവന്റെ ഭാര്യ ഒരു നല്ല സുന്ദരിയാം. ആ സുന്ദരിയിൽ അന്നേ അവൾ ഗർഭിണിയാം. ഏറ്റവും നല്ല കൽദയ ദേശം, മന്ത്ര തന്ത്ര ആഭിചാര വിദ്യകൾ ഉള്ള ഒരു ദേശമാ ഇറാഖ്. ആ ദേശത്തിനകത്ത് സെറാമിസ് എന്ന് പറയുന്ന ഈ സുന്ദരി, ഭർത്താവ് മരിക്കുമ്പോൾ സുന്ദരിയായി അവൾ ഗർഭവതിയാം. ഭർത്താവ് മരിച്ചപ്പോൾ ഇവൾ ഇറാഖിലെ അധികാരമേറ്റു. തീർന്നില്ല, അവള് ഒരു കൃത്യമായ കാര്യം അന്ന് ഇറാഖിൽ പറഞ്ഞത് ഇതാണ്. എന്താ പറഞ്ഞത്? എൻ്റെ സൗന്ദര്യം കണ്ട് സൂര്യദേവൻ എന്നിൽ ആകർഷനായി. എൻ്റെ ഉള്ളത്തിനകത്തൊരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞൊരു ദിവ്യ കുഞ്ഞാണ്. അങ്ങനെയെങ്കിൽ ആ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് ഇറാഖിലെ ടൗണിലെല്ലാം റൗണ്ട് ബോട്ട്, നമ്മുടെ കേരളത്തിനകത്തും ഗൾഫിനകത്തും അമേരിക്കകത്തും ഈ റൗണ്ട് ബോട്ട് വരുന്നത് ഒറ്റ രാജ്യത്തിൽ നിന്നുമല്ല, ഇറാഖിൽ നിന്നാണ് ഈ റൗണ്ട് ബോട്ട് വരുന്നത്. ബാബേൽ സാമ്രാജ്യത്തിൽ നിന്ന് വന്ന റൗണ്ട് ബോട്ടിനകത്ത് പൂക്കള വെക്കാനിടയായി. അന്ന് അവർ പറഞ്ഞു, ഈ റൗണ്ട് ബോട്ടിനകത്ത് സൂര്യദേവൻ എന്നിൽ ആകർഷിച്ചത് കൊണ്ട് എൻ്റെയും എൻ്റെ മകൻ പിറക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെയും ഫോട്ടോ നിങ്ങളിട്ട് അതിൻ്റെ പിൻപിൽ സൂര്യദേവന്റെ കിരണങ്ങൾ കൊടുത്തിരിക്കണം.
അങ്ങനെ നിമ്രോദ് എന്ന ചക്രവർത്തിയുടെ ഭാര്യയായിരുന്ന സെറാമീസിന്റെ അകത്ത് ഒരു കുഞ്ഞു പറന്നു. ആ കുഞ്ഞിന്റെ പേര് തമ്മൂസ്. അതുകൊണ്ട് സത്യവചനം കാതലായി ഈ അന്ത്യകാലത്ത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ കർത്താവ് എന്നോട് ചോദിക്കും. അതുകൊണ്ട് പറഞ്ഞ അന്നാണ് അമ്മയും കുഞ്ഞും കുരിശടിയായി ഇത് ബാബേൽ സാമ്രാജ്യത്തിൽ നിന്ന് വന്നത്. ഈ പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. നമ്മുടെ ഈ പല ഫോട്ടോയ്ക്കകത്തും പലയിടത്തും ഇരിക്കുന്ന അമ്മയും കുഞ്ഞും യേശുവിൻ്റെ അമ്മ മറിയയും യേശു കുഞ്ഞു വന്ന തെറ്റ്. ഇത് ഇറാഖിൽ നിന്ന് വന്ന ജാതീയ ആരാധനയിൽ നിന്ന് വന്നതാണ് അമ്മയും കുഞ്ഞും. അതിനകത്തിരിക്കുന്ന അമ്മ കന്യകമറിയാമല്ല, അതിനകത്തിരിക്കുന്ന കുഞ്ഞ് യേശു കുഞ്ഞല്ല, അതിനകത്തിരിക്കുന്ന കുഞ്ഞ് തമ്മോസ്. അവളുടെ അമ്മയുടെ പേര് സെറാമിസ്. അതുകൊണ്ട് ആ കുരിശടിയുടെ മേളിലല്ല സൂര്യദേവന്റെ പൊൻകിരണങ്ങൾ കാണിച്ചിരിക്കുന്നത്. വചനത്തിന്റെ പ്രമാണം കൃത്യമായി മനസ്സിലാക്കുന്ന കുഞ്ഞുങ്ങളെ, നമ്മുടെ യേശുതമ്പുരാന്റെ അമ്മ ആരാ? വിശുദ്ധ കന്യക മറിയം. അങ്ങനെ തന്നെ പറയാ. യെരൂശലേമിനകത്ത് ബേത്ലഹേമിനകത്ത് അനേക സ്ത്രീകളിൽ ഉണ്ടായിരുന്നെങ്കിലും ഗബ്രിയേൽ മാലാഖ പറഞ്ഞതുണ്ട്, കൃപ ലഭിച്ച മറിയമേ നിനക്ക് വന്ദനം. അങ്ങനെയെങ്കിൽ ആ അമ്മ ആരാണെന്നറിയാമോ? ആ അമ്മ കുരിശടിയിലിരിക്കുന്ന അമ്മയല്ല. അപ്പോസ്തല പ്രവൃത്തികൾ ശരിക്കൊന്ന് പഠിക്കണം. 1-ാം അധ്യായം കഴിഞ്ഞ് 2-ലേക്ക് കടന്നു വരുമ്പോൾ 120 പേർ സഗിയോൻ മാളിക മുറിക്കകത്തിരിക്കുക. അതിനകത്ത് ആരൊക്കെ ഉണ്ട് ഞാൻ വായിപ്പിക്കുന്നില്ല. 107 വിശ്വാസ സമൂഹം, 12 അപ്പോസ്തലന്മാർ, യൂദായ്ക്ക് പകരം കയറിയ പുള്ളിയടക്കം 12, 119. അതിനകത്ത് വേറൊരാളും ഉണ്ടായിരുന്നു, യേശുവിന്റെ അമ്മ മറിയ. പെന്തിക്കോസ് പെരുന്നാളിൽ യോവേലിന്റെ പ്രവചനം എഴുതിയ നിവർത്തി പോലെ അന്ത്യകാലത്ത് സകല ജഡത്തിന്മേൽ എൻ്റെ ആത്മാവിനെ പകരും. പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, യുവാക്കൾ ദർശനങ്ങളെ കാണും, വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും, മേലാകാശത്തിലും കീഴ ഭൂമിയിലും അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുമെന്ന വചനത്തിന്റെ നിവർത്തി പ്രകാരം 120 പേരുടെ സമൂഹത്തിനകത്ത് പെന്തക്കോസ് പെരുന്നാളിൽ പഴയ നിയമസഭ പട്ടുപോയപ്പോൾ പുതിയ നിയമസഭ അവിടെ ആരംഭിച്ചപ്പോൾ പിളർന്ന നാവ് പോലെ പരിശുദ്ധാത്മാഭിഷേകം അവിടെ ആചരിച്ചപ്പോൾ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച ഒരമ്മച്ചിയ നമ്മുടെ യേശുവിന്റെ അമ്മ മറിയെങ്കിൽ ആ മറിയാമ്മച്ചി അല്ല ഈ കുരിശടിക്കകത്തിരിക്കുന്നത്. അതിനകത്ത് ഉണ്ണിയേശു അല്ലിരിക്കുന്നത്, നിമ്രോദിന്റെ തലമുറയായ തമ്മൂസ അതിനകത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് കാനാവിലെ കല്യാണ വീട്ടിൽ അമ്മ പറഞ്ഞ ഒരു കാര്യമുണ്ട്. യേശുവിനോട് കാര്യം പറയാൻ തീർന്നില്ല. യേശു പറഞ്ഞ, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ നാഴിക വന്നിട്ടില്ല. അങ്ങനെയെങ്കിൽ ഇനിയും ജാതീയ ബാബിലോണ്യ ആരാധന ക്രൈസ്തവ ഗോളത്തിൽ വന്നു. ആ ആരാധന നിവർത്തിയായി. അതാണ് കർത്താവിൻ്റെ ദാസി വായിച്ചത്. മഹാവേശ്യ, വേശ്യ, തെറ്റിക്കുന്നവൾ, മഹാവേശ്യ, ഉലകത്തെ മുഴുവൻ തെറ്റിക്കുന്ന ഉപദേശം. അതിന് നിതാന്തമായ ക്രൈസ്തവ സഭയ്ക്കകത്ത് ഈ റോമിനെ ക്രമീകരിച്ചുകൊണ്ട് അപ്പോസ്തലന്മാരുടെ പ്രമാണമില്ലാതെ ജാതീയ ആരാധന തീർന്നില്ല. അതിന് നിതാന്തമായി കുറേ കാര്യങ്ങൾ ഇതിനകത്ത് വന്ന്. ഒന്ന്, അതാ നമ്മുടെ ക്രൈസ്തവഗോളം ഇന്ന് എല്ലാ സ്ഥലത്തും വീട് വെക്കാൻ സമയം നോക്കും. എന്താ? കല്ലിടണമെങ്കിൽ പാസ്റ്റർ വന്നാലും അച്ഛൻ വന്നാലും ആര് വന്നാലും ഇന്ന സമയത്തെ കല്ലിടാവൂ. എവിടുന്ന് വന്നു ഈ ആരാധന? ഇതാണ് മഹാവേശ്യ ബാബിലോണിന്റെ ആരാധന. തീർന്നില്ല. അത് മാത്രമല്ല, വീട് വെക്കുമ്പോൾ ചിലർ പറയും അടിസ്ഥാനത്തിനകത്ത് വെള്ളിപ്പണമോ സ്വർണ്ണപ്പണമോ ഇടണമെന്ന്. ചില പാർട്ടികൾ ബൈബിള് വെച്ചവർ വരെ ഉണ്ട്. ഇതൊന്നും ബൈബിളിൽ നിന്ന് വന്നതല്ല, ബാബിലോണ്യ ആരാധന. മൂന്നാമത്തെ സംഭവം, വചനം ഈ കൺവെൻഷനിൽ കേൾക്കണം. പിന്നെ കുഞ്ഞുങ്ങൾ ഗൾഫിൽ പോയി പൈസ അയച്ചു കൊടുത്തിട്ട് ഇരുനില കെട്ടിടം വെക്കുമ്പോൾ അതിനകത്തൊരു കുമ്പളങ്ങ കെട്ടി തൂക്കിയിടും, വീടിന് ദോഷം വരാതിരിക്കാതെ. കള്ളിമുൾച്ചെടി, ഇതും ജാതീയ ആരാധന. തീർന്നില്ല. നാലാമത്തെ കാര്യം, ചൊവ്വാദോഷം. ഇന്ന് പോലും ക്രിസ്ത്യാനികൾ ചൊവ്വാഴ്ച കല്യാണം നടത്തത്തില്ല. ചൊവ്വാഴ്ച ഏതാണ്ട് ദോഷമുണ്ടെന്ന്. ഇതേത് ബൈബിളിനകത്തോ ഇതിനകത്ത് ചൊവ്വാഴ്ച എന്നൊരു ദോഷമില്ല. എൻ്റെ യേശു കാനാവിലെ കല്യാണ വീട്ടിൽ പോയത് ആഴ്ചവട്ടത്തിൻ്റെ 3-ാം ദിവസം ചൊവ്വാഴ്ചയാണ്. ഞായർ, തിങ്കൾ, ചൊവ്വ. ഇത് ചൊവ്വാദോഷം. തീർന്നില്ല. കല്യാണത്തിന് പെൺകൊച്ചിറങ്ങുമ്പോൾ ക്രിസ്ത്യാനികൾ പറയുന്നു നിമിത്തം വരണമെന്ന്. യേശുവിൻ്റെ ഏതെങ്കിലും അത്ഭുതത്തിനോ ഏത് കല്യാണത്തിനോ ബൈബിളിനകത്ത് നിമിത്തമുണ്ടോ? ജാതീയ ആരാധന. പിന്നെ അത് കഴിഞ്ഞിട്ട് കല്യാണത്തിന് സമയം നോക്കുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ രാഹുകാലം.
ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന പല വീടുകളിലും കല്യാണം നടക്കുമ്പോൾ കലണ്ടറിനകത്ത് നോക്ക്, രാഗകാലം, പെങ്കൊച്ച് ഈ സമയത്ത് ഇറങ്ങാം, ചെറുക്കൻ ഈ സമയത്ത് ഇറങ്ങാം. ഇതെല്ലാം ജാതീയ ആരാധന. തീർന്നില്ല, അടുത്തത് വീണ്ടും കല്യാണത്തിന് മിന്നുകെട്ട്. ആരെവിടെ മിന്നുകെട്ടിയെന്ന് ബൈബിളിനകത്തില്ല. ഉൽപ്പത്തി തുടങ്ങുമ്പോൾ ആദമ സന്തതികളെ ഉഭയസമ്മതത്തിൽ ദൈവം കൂട്ടിയോജിപ്പിച്ചെന്ന, അവിടെ ആരും മിന്നുകെട്ടിയില്ല. പിന്നെ വീണ്ടും ഒരു പരിപാടി, മന്ത്രകോടി. ഈ കല്യാണത്തിനകത്ത് പുതിയ നിയമത്തിൽ എത്രയോ കല്യാണങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. പഴയ നിയമത്തിൽ വിവാഹങ്ങളുടെ പരമ്പര, അതിനകത്തൊന്ന് മന്ത്രകോടി എന്ന് പറയുന്നത്. ഇതെല്ലാം ജാതീയാരാധന ദൈവസഭയിൽ കയറി. തീർന്നില്ല, അടുത്തത് വിവാഹം കഴിഞ്ഞ ഒരു പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് പോകാൻ പോകുമ്പോൾ 7-ാം മാസം 7 കൂട്ടം പലഹാരം കൊടുക്കുന്ന ക്രിസ്ത്യാനിയെ ഇതാ വിശുദ്ധ വെളിപ്പാട് പുസ്തകം എഴുതിയിരിക്കുന്ന മഹാവേശ്യ, പെരുവെള്ളത്തിന്മേലിരിക്കുന്ന മഹാവേശ്യ. അഥവാ ലോകത്തിലെ രാജാക്കന്മാരെ തെറ്റിച്ച്, ഉപദേശിമാരെ തെറ്റിച്ച് ബാബിലോണാകുന്ന മേലങ്കിയോടുകൂടി. അത് മാത്രമാ ഇതിനകത്ത് കൊണ്ടുവരുന്ന. തീർന്നില്ല, മിന്നുകെട്ട്, താലികെട്ട്, പള്ളിയിലെ റാസ, കൊമ്പടി, ആന എഴുന്നള്ളത്ത്, പെരുന്നാള്, തിരുനാള്. ഒരെണ്ണം പുതിയ നിയമസഭയെ പറഞ്ഞിട്ടില്ല. പുതിയ നിയമസഭയുടെ അടിസ്ഥാന ഉപദേശം സെഗിയോൻ മാളിക മുറിയിൽ നിന്ന് തുടങ്ങിയത് അടിസ്ഥാന ഉപദേശം. അതിനകത്ത് പത്രോസിന്റെ പ്രസംഗം കേട്ടവർക്ക് കുത്തുകൊണ്ടു. ഇന്നത്തെ കണക്ക് അത്ഭുതമല്ലേ അവിടെ നടന്നത്? കുത്തു കണ്ടവർ മുട്ടുമടക്കി. 7 അടിസ്ഥാന ഉപദേശത്തിലെ സത്യത സഭ തുടങ്ങിയത്. മുട്ടുമടക്കിയവരോട് ഓരോരുത്തരും താന്റെ പാപത്തെ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെടുക. മാനസാന്തരപ്പെട്ടവർ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലില്ല, യേശുവിന്റെ നാമത്തിൽ മുടികൾ സ്നാനം പ്രാപിക്കുന്നവൻ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്നവൻ തിരുമേശയിൽ പങ്കാളിയാവണം. പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിക്കണം. ഭൂതലത്തിലൊക്കെയും വിശ്വസ്ത സാക്ഷികളാകുക. സെഗിയോൻ മാളിക മുകളിൽ പകർന്ന അഭിഷേകത്തിന്റെ നിറവ് യഥാർത്ഥ സത്യസഭ. അതേസമയം കൈവിടപ്പെട്ട മറ്റൊരു സഭ. അതാ ഒന്നേ കൈവിടപ്പെട്ട സഭ. ബാബിലോണി ആരാധന, മേലങ്കി, കുരിശടി, തിരുനാള്, കമ്പടി, പെരുന്നാള്, അതിങ്ങനെയുള്ള കാര്യങ്ങൾ. ഈ പഴയ നിയമത്തിൽ ആദമ്യ കുടുംബത്തിന് തീർന്നില്ല, ആരാ മിന്നുകെട്ടിയെന്ന് ബൈബിളിലില്ല. ആദമിന് സന്തതികൾ കായീൻ, ഹാബേൽ, പിന്നത്തതിൽ മക്കൾ ജനിച്ചു. ഇവർക്കൊക്കെ ആര് അരഞ്ഞാണം കെട്ട് നടത്തിയെന്ന് പോലും ഈ ബൈബിളിലില്ല. ഇന്നത്തെ ബൈബിൾ മേശയ്ക്കകത്തും മൊബൈലിനകത്തും അതിനകത്ത് ഇന്റർനെറ്റിനകത്തും ടാബിനകത്തും തീർന്നില്ല, എവിടെയും ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ ഈ ബൈബിളിന്റെ പ്രമാണം വിട്ട് ബാബിലോണി ആരാധന. അതാ വിശുദ്ധ വെളിപ്പാട് 17:2 ഭൂരാജാക്കന്മാരോട് സംസർഗം ചെയ്ത വേശ്യ. സാധാരണ ഉപദേശം, മഹാവേശ്യ, ഉപദേശത്തിൽ തെറ്റിക്കുന്ന കണ്ടോ. അതാണ് കൊരിന്ത്യ ലേഖനത്തിൽ ധന്യനായ പൗലോസ് ലീഗ പറഞ്ഞിട്ടുണ്ട്, സർപ്പം ഉപായത്തിൽ ഹവ്വയെ ചതിച്ചതുപോലെ നിങ്ങളെ ചതിക്കും. സത്യ ഉപദേശം മാറ്റിയിട്ട് ദുരുപദേശം. അതുകൊണ്ട് മത്തായി 24 അന്ത്യകാലത്ത് കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാർ, വീണ്ടും അപ്പോസ്തല പ്രവർത്തികൾ, ഞാൻ പോയ ശേഷം കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ വരും. അതുകൊണ്ട് ഈ പട്ടത്ത സഭകളിൽ ഒരു പാട്ട് പാടാറുണ്ട്, പൗലോസിനെ പറ്റിയ പാട്ട് പാടുന്നത്. പൗലോസ് ലീഗ ധന്യൻ ചൊൽ കേട്ടേൻ ഇതേവോ, നിങ്ങളെ ഞങ്ങൾ അറിയിച്ചതൊഴിച്ച് ഇങ്ങൊരുവൻ വന്നറിയിച്ചാൽ വാനവരെങ്കിലും ആ ദൂതൻ താനേൽക്ക സഭയിൽ ശാപം. കണ്ടോ, ധന്യനായ പൗലോസ് ലീഗ ധന്യൻ ചൊല്ലി പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞ ഉപദേശത്തിന് വിപരീതമായി. ഇന്ന് കരിസ്മ ഉപദേശങ്ങൾ ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. കടഭാരന്മാരും രോഗന്മാരും ഈ ബുക്ക് എടുത്തു കഴിഞ്ഞാൽ അത് കിട്ടും, ഇത് കിട്ടും, നിങ്ങളുടെ മക്കൾ ലണ്ടനിൽ പോകാം. ഇതൊന്നും ഞങ്ങൾ പറയുന്ന സത്യവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഞങ്ങളുടെ നാഥന്റെ വചനത്തിന്റെ പൊരുൾ ഇത് മാത്രമേ ഉള്ളൂ. എന്താ പൊരുളെന്നറിയാം? മുമ്പേ നീ ദൈവത്തിന്റെ വചനം പഠിക്ക്. 2 നീ ദൈവരാജ്യത്തിന് നോക്കി പാർക്കുമെങ്കിൽ നിന്റെ സമസ്ത വിഷയത്തിന് സകലത്തിനും പരിഹാരം തരുക ഞങ്ങളുടെ കർത്താവ് വിശ്വസ്തനെങ്കിൽ. 2 സഭയുണ്ട്. 1 സത്യസഭ, വചനത്തിൽ ഉറയ്ക്കുന്ന സത്യസഭയെ ചേർക്കുവാൻ കാന്തൻ മധ്യാകാശത്തിൽ വരും. തീർന്നില്ല, കൈവിടപ്പെട്ട സഭയെ അവൻ എതിർ ക്രിസ്തുവിന്റെ മണവാട്ടി. അങ്ങനെ ഒരു മണവാട്ടിയെ പറ്റിയ 2 ഇവിടെ കാണിച്ചിരിക്കുന്നത്. 1 ബാബിലോൺ ആകുന്ന മ്ലേച്ഛതയുടെ സഭ, ഉപദേശത്തെ തെറ്റിക്കുന്ന സഭ. അങ്ങനെയെങ്കിൽ 2 ബാബിലോൺ. അതുകൊണ്ട് ഞാൻ ഈ ട്രേഡ് ബാബിലോൺ എടുത്തത് കൊണ്ടാണ് ഇത്രയും വ്യക്തമായി ഞാൻ 2 വാക്യങ്ങൾ വായിച്ചത്. 1 സത്യസഭ, ആ മണവാട്ടിയെ കാന്തയെ ചേർക്കാൻ കാന്തൻ മധ്യാകാശത്തിൽ. തീർന്നില്ല, സത്യസഭ മാറിയാൽ കൈവിടപ്പെട്ട കൂട്ടം. അങ്ങനെ ഒരു സഭയെ ചേർക്കുവാൻ അവരുടെ മണവാളനായി വരുന്നവനാ എതിർ ക്രിസ്തു, തുമ്പുകെട്ട ഇടയൻ, നാശയോഗ്യൻ.
അങ്ങനെയെങ്കിൽ വചനം ഒന്നുകൂടെ ക്ലിയർ ആക്കി തരാം. ദൈവജനം നല്ലതുപോലെ കൺവെൻഷനിൽ വചനം പഠിച്ചുകൊണ്ടേ പോകാവൂ. അങ്ങനെ ഒരു ഭരണം സത്യസഭ മധ്യാകാശത്തിൽ എടുപ്പാക്കപ്പെട്ടാൽ റോം കേന്ദ്രീകരിച്ച് എതിർ ക്രിസ്തുവിന്റെ ഒരു വാഴ്ച ഉണ്ടാകും. ബൈബിളിനകത്തുണ്ടോ? വിശുദ്ധ വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം 8-9 വാക്യങ്ങൾ സത്യസഭയ്ക്കെതിരെ നാമധേയ സഭ ഭരണത്തിൽ. വെളിപ്പാട് 17:8-9 വാക്യങ്ങൾ ദാസി വായിക്കുന്നത് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണമേ. സത്യോപദേശം വായിക്കാം. നീ കണ്ട മൃഗമോ കഴിഞ്ഞ ദിനം വായിച്ചു. വെളിപ്പാട് 13:1 കണ്ടില്ലേ? 10 കൊമ്പ് 7 തലയും കൊമ്പുകൾ 10 രാജമടി ദൂഷണ നാമം നിറഞ്ഞൊരു മൃഗം. അടുത്തത് ആന്റിക്രൈസ്റ്റ്. അടുത്ത നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും. ഞാൻ അതാ പറഞ്ഞ റോമാ സാമ്രാജ്യം പണ്ട് തകർന്നു. ആ റോം തിരിച്ചു വരും. യൂറോപ്യൻ യൂണിയൻ മടങ്ങി വരും. ഇറാഖ് സൈലന്റ് ആയിരിക്കുന്നു. സിറിയയിൽ നിന്ന് എഴുന്നേൽക്ക്. ഞാൻ ഇപ്പൊ പറയുന്നില്ല. ഉൽപ്പത്തി 49:10 ദാൻ പാതയിൽ ഒരു പാമ്പും വഴിയിൽ ഒരു സർപ്പവും. 49:17 49:10 എഴുതിയിട്ടുണ്ട്. അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്ന് നീങ്ങത്തില്ല. ഉൽപ്പത്തി 49:10-17 സമയമില്ല വായിക്കാൻ. അങ്ങനെയെങ്കിൽ തകർക്കപ്പെട്ട അശൂറിനകത്ത് അസിറിയയുടെ നിറവിൽ നിന്ന് ദാൻ ഗോത്രത്തിനകത്ത് ഒരുവൻ ഭരണത്തിൽ എഴുന്നേൽക്കാൻ വരും. നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും. കണ്ടില്ലേ? 1 ബാബേൽ പോയി, 2 മേദ്യപാർസ്യ പോയി, 3 ഗ്രീസ് പോയി, 4 ബ്രിട്ടൻ പോയി. ഇന്നത്തെ ഇരുമ്പും കളിമണ്ണുമായ ജനാധിപത്യം കുലുങ്ങുന്നു. ഏകാധിപത്യവും തകർന്നു കഴിയുമ്പോൾ ഒരുവൻ ഭരണത്തിൽ വരും. നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും. അടുത്ത വാക്യം വായിക്കാം. ഇപ്പോൾ ഇല്ലാത്തതും. നൗ അവൻ ഇവിടെ കാണുന്നില്ല. അവൻ അണിയറയ്ക്ക് പിന്നിൽ ഇല്ലാത്തത്. ഇനി അഗാധത്തിൽ നിന്ന് കയറി. ഈ ഉലക കൊറോണയുടെ വ്യാപ്തിക്കകത്ത് ലോകം ഒരുവന്റെ കയ്യിലേക്ക് ഭരണാധികാരികൾ കൊടുക്കാൻ തുടങ്ങുമ്പോൾ അഗാധത്തിൽ നിന്ന് കയറി, ആഴത്തിൽ നിന്ന് കണ്ടോ. ഇതാണ് യേശുവും എതിർ ക്രിസ്തുവും തമ്മിലുള്ള വ്യത്യാസം. മൃഗം എവിടുന്ന? അഗാധത്തിൽ നിന്ന്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഉയരത്തിൽ നിന്ന് ക്രിസ്തുവിനെതിരെ നിൽക്കുന്നവൻ. ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ദാറ്റ് മീൻസ് എതിർ ക്രിസ്തു, ആന്റി ക്രൈസ്റ്റ്. കണ്ടോ? ഇനി ആഴത്തിൽ നിന്ന് കയറുന്നതും. അടുത്തത് വായിക്കാം. അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകുവാനിരിക്കുന്നതുമാകുന്നു. നാശയോഗ്യനെന്ന് ദാനിയേലും സെഫന്യാവും ഒക്കെ പറയുന്നത്. അടുത്തത് വായിക്കാം. ഉണ്ടായിരുന്നതും ഇല്ലാത്തതും വരുവാനുള്ളതുമായ മൃഗത്തെ. ഈ മൃഗം ഒരിക്കൽ ഉണ്ടായിരുന്നു, നൗ അവനില്ല. ഇനി അവൻ വരും. വരുവാനിരിക്കുന്ന പ്രഭു. ദാനിയേൽ പ്രവചനം വചന സമാധാനത്തിൽ കാതലായ പ്രവചനമായതുകൊണ്ട് ഇത്രയും സോഫ്റ്റായി പറയുന്നത്. മക്കളെ ശ്രദ്ധയോടെ ഈ പ്രഭാഷണം കേൾക്കണം. വരുവാനിരിക്കുന്ന അടുത്ത വാക്യം വായിക്കാം. ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ പേരെഴുതാതിരുന്ന ഭൂവാസികൾ കണ്ട് അതിശയിക്കും. കണ്ടോ? അപ്പൊ ഇതിനകത്ത് മർമ്മം മറഞ്ഞിരിക്കുന്ന രഹസ്യം കണ്ടോ? ലോകസ്ഥാപനത്തിന് മുമ്പ് പിശാച് 3 കാര്യങ്ങളോട് ദൈവജനത്തോട് ടോർപ്പിട വെച്ചിരിക്കുന്നത്. 1, ലോകസ്ഥാപനത്തിന് മുമ്പ് അവൻ നമ്മളെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. പിശാചിന്റെ ടോർപ്പിടോ. 2, ലോകസ്ഥാപനത്തിന് വേണ്ടി മുമ്പേ അറുക്കപ്പെട്ട ഒരു കുഞ്ഞാട്. പിശാചിനറിയ ഒരു കുഞ്ഞാട് അറുക്കപ്പെടും. 3, ലോകസ്ഥാപനത്തിന് മുമ്പേ നമുക്കായി ഒരുക്കിയ ദൈവരാജ്യം. ദൈവമക്കളോടുള്ള 3 പ്രോമിസാ. ഇത് പ്രവചനമല്ല. ശ്രദ്ധിക്കുന്നവർ വിചാരിക്കും ദൈവദാസൻ മാറി സഞ്ചരിക്കുന്നെന്ന്. കറക്റ്റ് വചനമായി പറയുന്നത്. ദൈവം നമ്മളോട് പറഞ്ഞ 3 പ്രോമിസ്. എഫേസ്യ ലേഖനത്തില ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുവിൽ അവൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. 2, വെളിപ്പാട് 13:7 ലോകസ്ഥാപനത്തിന് മുമ്പ് അറുക്കപ്പെട്ട ദൈവ കുഞ്ഞാട്. കാൽവരിയിൽ ഒരു കുഞ്ഞാട് യാഗമാകും. അടുത്ത് മത്തായി 25 എഴുതിയിട്ടുണ്ട്. ലോകസ്ഥാപനത്തിന് മുമ്പ് നിങ്ങൾക്കായി ഒരുക്കിയ ദൈവരാജ്യം. അങ്ങനെയെങ്കിൽ കൈവിടപ്പെട്ട സഭയായിട്ടൊന്ന് കമ്പയർ ചെയ്യാനാണ് ഞാൻ വായിച്ചത്. ആ വാക്യം ഒന്നുകൂടെ ദൈവദാസി ഒന്നുകൂടെ വായിച്ചാട്ടെ. ലോകസ്ഥാപനത്തിന് ജീവപുസ്തകത്തിൽ പേരെഴുതാതിരിക്കുന്ന ഭൂവാസികൾ കണ്ട് അതിശയിക്കും. വണ്ടർഫുൾ മാനായി വരാൻ പോകുന്നത്. അതായത് കമ്പ്യൂട്ടറിന്റെ WW വേൾഡ് വൈഡ് വെബ്സൈറ്റ് അതിനെപ്പറ്റി ഞാനിപ്പോ തൊടുന്നത് പോലുമില്ല. അങ്ങനെയെങ്കിൽ അതിശയിക്കുന്ന ഭരണാധികാരി. അതുകൊണ്ട് ദാനിയേൽ ഉഗ്രഭാവവും ഉപായബുദ്ധിയും അതിശയം എല്ലാവരെയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സമാധാനത്തിന്റെ പുറമോടിയായി അവനെ പോലെ തുർക്കിയിലെ എർദോഗനെ പോലെ യേശു വരുന്നതിന് മുമ്പ് യോഹന്നാൻ വന്നോലെ പലരും വെള്ളക്കുതിരയുടെ പുറമോടിയായിട്ട് വരും. ഇതിനകത്തൊരു മർമ്മമുണ്ട് മക്കളെ. മറഞ്ഞിരിക്കുന്ന രഹസ്യം. ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടുള്ളവനവനെ കാണത്തില്ല. വചനം മനസ്സിലാകുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇതേ വെളിപ്പാട് പുസ്തകം എഴുതിയിട്ടുണ്ട്. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തവനെ എല്ലാം തീപ്പൊയ്കയിൽ തള്ളിയിടുമെങ്കിൽ
കാണുന്നുവെങ്കിൽ ലോക സ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ വാങ്ങപ്പെട്ടവർ എതിർ ക്രിസ്തുവിനെ കാണത്തില്ല. ആ വരവിൽ കൈവിടപ്പെട്ടു പോകുന്നവർ അവനെ നമസ്കരിക്കും. അതിന് നിദാനമായ ഇന്നത്തെ കമ്പ്യൂട്ടർ വന്നിരിക്കുന്നത്. അതുകൊണ്ട് മത്തായി 24 ദാനിയേൽ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് കമ്പ്യൂട്ടർ ആലയത്തിൽ കൊണ്ടുവരാൻ പോകുന്നു. ആരും തെറ്റിദ്ധരിക്കരുത്. ഈ പ്രഭാഷണം ഒരു മതത്തിനെതിരല്ല, ഒരു സഭയ്ക്കെതിരല്ല, ഒരു വിശ്വാസത്തിനെതിരല്ല. ഇന്ന് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ പറയുന്നു, അച്ഛന്മാരിലും അയ്മേനിമാരിലും വീഴ്ച ഉണ്ടായതുകൊണ്ട് ഇനി കുർബാന നടത്തുവാൻ കമ്പ്യൂട്ടറിന്റെ പ്രതിമ കൊണ്ടുവെക്കാം. അങ്ങനെയെങ്കിൽ എതിർ ക്രിസ്തു പണിയാൻ പോകുന്ന ദൈവാലയം, ഒന്നാമത്തെ ദൈവാലയ സമാഗമന കൂടാരം, രണ്ടാമത്തെ ദൈവാലയം ശലോമോന്റെ ആലയം, മൂന്നാമത്തെ ആലയം കോരസിന്റെ ആലയം, നാലാമത്തെ ഹേരോദാവിന്റെ ആലയം പോയി ഇന്നൊരു ദേവാലയം ഇവിടെ ഉണ്ട്. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന സഭയം ദേവാലയം. നാം എടുക്കപ്പെട്ടാൽ തോയ് ബർദോഗനെ പോലെ വിശുദ്ധ വെളിപ്പാട് പുസ്തകം 6:1-2 ഒന്നാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഞാനൊരു വെള്ളക്കുതിരയെ കണ്ട് സമാധാനത്തിന്റെ പുറമോടി ജയിക്കുന്നവനായും ജയിപ്പാനായും അവൻ പുറപ്പെട്ടു. അവന്റെ കയ്യിലൊരു വില്ലുണ്ടെങ്കിൽ അവൻ യെരൂശലേം ദൈവാലയത്തിനകത്ത് ശൂന്യമാക്കുന്ന മ്ലേച്ഛത സോഫിയായും നീരായും റാഡയും മിത്രയും കമ്പ്യൂട്ടറിൽ സംസാരിക്കുന്നെങ്കിൽ, റോബോട്ട് വീട്ടിൽ സാധനം കൊണ്ടുവരുന്നെങ്കിൽ, പള്ളിയിലെ പുരോഹിതനെ മാറ്റി കമ്പ്യൂട്ടറിനെ കത്തോലിക്ക സഭ കൊണ്ടുവരാൻ ഇന്ന് പദ്ധതി വെക്കുമ്പോൾ കൃപ പ്രാപിച്ച ദൈവമക്കൾ ഈ രണ്ടാമത് രാത്രി കരങ്ങൾ ഉയർത്തി പറയണം, നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലായിരിക്കുന്നു. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുക. നാഴിക വന്നിരിക്കുന്നത് കൊണ്ട് സമയത്തെ അറിയുകയാൽ നമ്മുടെ കർത്താവിന്റെ വരവ് വാതിൽക്കലായിരിക്കുന്നു. ക്ലിയർ. ലോക സ്ഥാപനത്തിന് മുമ്പ് ഒരിക്കൽ കൂടി ആ വാക്യം ഒന്നുകൂടെ വായിച്ചു. ലോക സ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ പേരെഴുതാതിരിക്കുന്ന. ഇവിടെ എല്ലാവരും ഒന്ന് കേൾക്കണം. ജീവപുസ്തകം പള്ളിയിലെ രജിസ്റ്റർ അല്ല, പെന്തിക്കോസിലെ സ്നാനം മുങ്ങിയ രജിസ്റ്റർ അല്ല. ജീവപുസ്തകം ഇവിടെ ഇല്ല. സ്വർഗത്തിലെ ദൈവത്തിനറിയാം ജീവപുസ്തകം ഇവിടെ ആണെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ആൾക്കാരാണ് ജീവപുസ്തകം ഞങ്ങളെ തന്ന അന്നേരം തന്നെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്കെല്ലാം പേരെഴുതി വെക്കും. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം ഈ പുസ്തകം വെച്ചിരിക്കുന്ന സ്വർഗീയ പർദീസയില. അങ്ങനെയെങ്കിൽ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തവൻ തീപ്പൊയ്കയിൽ. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ പെന്തക്കോസുകാരും പറയാം, പെന്തക്കോസിൽ പാർസനേജ് ജനിച്ചാലും കൈകൊട്ടി പാടിയാലും ആത്മാവിൽ ആരാധിച്ചാലും ഈ പുസ്തകത്തിനകത്ത് പേരെഴുതി കാണാത്ത എല്ലാത്തിനെയും, അതുകൊണ്ട് നാമധേയ സഭയോട് അക്കമിട്ട് പറയാ, കുഞ്ഞ് അവളുടെ ഓഹരിക്കകത്ത് ജാതി ആരാധനയ്ക്കകത്ത് വീട് വെക്കാനും കുമ്പളങ്ങായും അതുമത്തെ നാള് നോക്കി, ചൊവ്വാദോഷം നോക്കി, 28-ന് പലകാരവും നാളുകെട്ടും മിന്നുകെട്ടും പള്ളിക്കകത്ത് കമ്പടിയും റാസയ്ക്കകത്ത് നടക്കുന്ന സകലത് വീഴാൻ പോകുന്നത് എതിർ ക്രിസ്തു എന്ന ബാബേലിന്റെ വേശ്യയുടെ പെരുവെള്ളത്തിനകത്ത്. അതുകൊണ്ട് ഈ വചനം കേട്ടെങ്കിലും നീ മടങ്ങി വാ. അതുകൊണ്ട് ലോക സ്ഥാപനത്തിന് മുമ്പേ അറുക്കപ്പെട്ട കുഞ്ഞാട്, ലോക സ്ഥാപനത്തിന് മുമ്പ് ക്രിസ്തുവിൽ അവൻ നമ്മെ തെരഞ്ഞെടുത്തു. ലോക സ്ഥാപനത്തിന് മുമ്പ് വീണ്ടും അക്കമിട്ട് എഴുതിയിരിക്കുന്നു, നമുക്കായി ഒരുക്കിയ ദൈവരാജ്യം. അങ്ങനെയെങ്കിൽ കൈവിടപ്പെട്ട സഭയ്ക്ക് ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ട്. മധ്യാകാശത്തിൽ മണവാട്ടിക്ക് ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ടെങ്കിൽ കൈവിടപ്പെട്ട സഭയ്ക്ക് ഒരു ഹെഡ് ക്വാർട്ടേഴ്സ്. അതാ വരുന്ന ജാതീയ ബാബിലോൺ. മ്ലേച്ഛതയോടെ തകർന്ന റോമിനകത്തുനിന്ന് സിറിയയുടെ ആധിക്യത്തിൽ ഇന്ന് പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഗ്രീസിനകത്ത് കൂടി ഇറാനിൽ കൂടി നടന്നുകൊണ്ട് റോമിനെ കൈവശമാക്കുവാൻ ഒരു ഭരണാധികാരി മൃഗത്തിന്റെ മ്ലേച്ഛതയോടെ നടക്കുന്നത് കൊണ്ട് ദ വൺ വേ വേൾഡ് ഓർഡർ ടിപ്പിക്കലി കണ്ടിന്യൂസ് ഇൻ കൊറോണ വൈറസ്. ഇതിന്റെ അകത്ത് ലോകം ഒരുവന്റെ കയ്യിലേക്ക് പോകുമ്പോൾ മതത്തെ അവൻ കയ്യിലെടുക്കാൻ ശ്രമിക്കുന്നു. അടുത്ത വാക്യം ഇതെവിടെ വായിക്കാം. ഇവിടെ ജ്ഞാനബുദ്ധിയുണ്ട്. എന്റെ പ്രഭാഷണം കേൾക്കുന്ന കുഞ്ഞുങ്ങളെ, ഇവിടെ ജ്ഞാനബുദ്ധി കൊണ്ട് തല 7 സ്ത്രീ ഇരിക്കുന്ന 7 മലയാകുന്നു. വെളിപ്പാട് 13:1 കഴിഞ്ഞ ദിവസം വായിച്ചു, 10 കൊമ്പ് 7 തല. അതുകൊണ്ട് തല താഴെ 7 ഇരിക്കുന്നത് എവിടെ? ഇറ്റലിയിൽ ശാന്തമായി ഒഴുകുന്ന ടൈബർ നദി. അതിൻ്റെ അകത്ത് 7 മലയുണ്ട്. സ്പീഡ് ഞാൻ പോകുന്നില്ല. ക്യാപിറ്റോളിൻ, പാലിറ്റേലിയൻ, അവന്റേൻ, കൊറിയൻ, വിമിനൽ, എസ്കലൻ, ജാനിക്കുലൻ. 7 മലയുടെ നടുവിൽ ഇന്നൊരു സിംഹാസനം ഇരിപ്പുണ്ട്. അതാ ഇന്ന് റോമിന്റെ എക്യൂമെനിക്കൽ സഭ. അതുകൊണ്ട് പോപ്പുമാർക്ക് സ്വസ്ഥതയില്ല, ഇവനെ എല്ലാം തള്ളിയിടും. അന്ത്യകാലത്ത് ഒരു ഭരണത്തിലേക്ക് വരാൻ പോവാ. അടുത്ത വാക്യം വായിച്ചാട്ട് മക്കളെ. അവ 7 രാജാക്കന്മാരുമാകുന്നു. 7 രാജാക്കന്മാര് ഭരണത്തിൽ കഴിഞ്ഞു. 7 രാജാക്കന്മാർ ആരാന്ന് പറഞ്ഞു തരാം. ഇനി ഒരുത്തൻ വരും. ഒന്നാമത്തവന്റെ പേര് ജൂലിയസ് സീസർ, രണ്ടാമത്തവന്റെ പേര് ടൈബീരിയസ്, മൂന്നാമത്തവന്റെ പേര് കലിഗുള, 4 ക്ലൗഡിയോസ്, 5 നീറോ, 6 ഡൊമീഷ്യൻ, 7 ഒരുത്തൻ വരും. അവന്റെ പേര് അന്തിക്രിസ്തു. കണ്ടില്ലേ എത്ര ക്ലിയർ ബൈബിളിന്റെ പ്രവചനം. 6 വന്നു. ഇപ്പൊ ജനാധിപത്യത്തിലെങ്കിൽ ഒരുവൻ വരാൻ പോകുന്നു.
ഏഴാമത്തവൻ റൂമിനകത്ത്. വായിക്കാം അടുത്തത്. 5 പേർ വീണുപോയി. 5 പേർ. അന്നത്തെ കാലഘട്ടത്തിൽ യോഗന്നാൻ നീറോ ഇരിക്കുമ്പോ ഡൊമീഷ്യന്റെ കാലഘട്ടം പ്രവചനം എത്ര ക്ലിയർ. 5 അവന്മാര് വീണുപോയി. നീറോ പോയി. ഡൊമീഷ്യന്റെ കാലഘട്ടത്തിലാണ് വിശുദ്ധ വെളിപ്പാട് എഴുതുന്നത്. അങ്ങനെയെങ്കിൽ 6ാമത്തെ കാലഘട്ടത്തിന്റെ അവസാന തലമുറയെ പ്രസംഗം കേൾക്കുന്നത്. അങ്ങനെയെങ്കിൽ കൈവിടപ്പെട്ട സഭ വചനം അനുസരിക്കാതെ ജാതി ആരാധനയ്ക്കകത്ത് ഹല്ലേലൂയ ഏതെങ്കിലും കൈയടിച്ചോ പാട്ടുപാടിയത് കൊണ്ടോ ഏതെങ്കിലും മറുഭാഷ പറഞ്ഞത് കൊണ്ടോ തുള്ളിയത് കൊണ്ടോ ചാടിയത് കൊണ്ടോ നീ നിത്യതയിൽ പോകത്തില്ല. പ്രമാണത്തിനകത്ത് പറഞ്ഞ ഉപദേശത്തിന്റെ ഉപനിഷത്തുകൾ നിന്റെ ചങ്കിനകത്ത് കയറ്റിയിട്ട് പാസ്റ്ററേയും അച്ഛനെയും തിരുമേനിയെയും അയ്മേനെയും പട്ടക്കാരനെയും നോക്കാതെ വചനത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുന്നെങ്കിൽ നിനക്കൊരു നിത്യ വീടുണ്ടെന്ന് അക്കമിട്ട് കാണിക്കുന്നത് സത്യസഭ. അതുകൊണ്ട് ബാബേലിൽ നിന്ന് വന്ന് സമൂഹമാകുന്ന സഭയെ പറ്റി കാണിക്കുന്നു. അങ്ങനെയെങ്കിൽ എനിക്ക് വരേണ്ടത് ട്രേഡ് ബാബിലോൺ സയൻസുമായി ബന്ധപ്പെട്ട് ഈ വ്യാപാരത്തിനകത്ത് എന്തെല്ലാം കിട്ടുമെന്ന് ദൈവജനം മനസ്സിലാക്കണം. പണ്ടൊരു കാലത്ത് നമ്മൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആരും അംഗീകരിക്കത്തില്ല. 2009 ഇറാഖിൽ പണി നടത്തുന്ന ഈ ബാബേലിനകത്ത് വരാൻ പോകുന്ന മാളിനകത്തെ കാര്യങ്ങളെപ്പറ്റി, ഈ സീനാർ ദേശത്തിനകത്ത് നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി ഒന്ന് മനസ്സിലാക്കുമ്പോൾ ഈ മാളിനകത്ത് എന്തെല്ലാം കിട്ടും ശ്രദ്ധയോടെ ഇരിക്കണം. അല്പ സയൻസിലേക്ക് കിടക്കുമ്പോൾ കാര്യം മനസ്സിലാക്കാം. വായിക്കാം മക്കളെ. ഇന്നത്തെ എല്ലാ മാളിനകത്തും റിലയൻസിലും പെന്റലൂണിലും വാൾമാർട്ടിലും ചെന്നാൽ മൊട്ട സൂചി മുതൽ എല്ലാ കാര്യങ്ങളും 7 നിലയായി തട്ടിനകത്ത് കിടക്കുമ്പോൾ ഒന്നാമത്തത് ഗ്രോസറിയും, രണ്ടാമത്തത് പാത്രങ്ങൾ, മൂന്നാമത്തത് തുണിക്കടയും, നാലാമത്തത് ജുവലറിയും, അഞ്ചാമത്തത് എക്സിബിഷനും, ആറാമത്തത് പിള്ളേർക്ക് കളിക്കാനുമുള്ള മാളുകൾ വരുമ്പോൾ ഞങ്ങൾ പ്രസംഗിക്കുന്ന ബൈബിളിനകത്തുണ്ട് ഇത് ഇറാഖുമായിട്ട് ബന്ധപ്പെട്ട ഒരു ട്രേഡ് ബാബിലോൺ ഇവിടെ വരാൻ പോകുന്നു. അങ്ങനെയെങ്കിൽ ആ മാളിനകത്ത് എന്തൊക്കെ സാധനങ്ങൾ കിട്ടും? വിശുദ്ധ വെളിപ്പാട് പുസ്തകം അക്കമിട്ട് നിരത്തിയിട്ടുണ്ട്. വായിക്കാം. വിശുദ്ധ വെളിപ്പാട് പുസ്തകം 18ാമത്തെ അധ്യായം അതിന്റെ 11, 12, 13, 14 നിർത്തി വായിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെ ഈ പ്രഭാഷണം കേൾക്കുന്നവർ ബൈബിളും കൂടെ വെച്ച് പഠിച്ചോട്. ഇതൊരു അന്ത്യകാലത്തിന്റെ ദൂത. വെളിപ്പാട് 18, 11, 12, 13, 14 വാക്യങ്ങൾ വായിക്കാം മക്കളെ. ഭൂമിയിലെ വ്യാപാരികൾ. ഈ ബാബേൽ വരുന്നത് കർത്താവിന്റെ ദാസി വായിക്കുമ്പോൾ ശ്രദ്ധയോടെ ഇരിക്കണമേ. ഈ ബാബേൽ വരുന്നത് ഇറാഖ. പക്ഷെ ബൈബിളിൽ ഇറാഖിലെ വ്യാപാരികൾ എന്നല്ല, ഓൺ എർത്ത്. കണ്ടോ? ഭൂമിയിലെ വ്യാപാരികൾ. ഭൂമി എത്ര വൻകരയാണ്. ഏഷ്യയുണ്ട്, ആഫ്രിക്കയുണ്ട്, യൂറോപ്പുണ്ട്, തെക്കേ അമേരിക്കയുണ്ട്, വടക്കേ അമേരിക്കയുണ്ട്, ഓസ്ട്രേലിയ ഉണ്ട്, അന്റാർട്ടിക്ക ഉണ്ട്. ഈ രാജ്യത്തെ മുഴുവൻ വ്യാപാരികളുടെ ശ്രദ്ധാകേന്ദ്രം ട്രേഡ് ബാബിലോൺ ഇറാഖ്. ഭൂമിയിലെ വ്യാപാരികൾ. അടുത്ത വാക്യം വായിക്കാം മക്കളെ. പൊന്ന്. കണ്ടോ? ഈ മാളിനകത്ത് കിട്ടാൻ പോകുന്ന സാധനങ്ങളാ. അതിന് നിതാന്തമായിട്ട് ഇന്നത്തെ ഗൾഫ് രാജ്യങ്ങളും ഇന്ത്യയിലെ ജുവലറി പോലും അന്വേഷിക്കേണ്ട ഒരേ മാളിനകത്ത് സ്വർണ്ണക്കട, വെള്ളിക്കട എല്ലാം കിട്ടും. പൊന്ന്. അടുത്തത് വെള്ളി. സെപ്പറേറ്റ് ഷോറൂം വരുമെന്ന അന്ത്യകാലം. അടുത്തത് രത്നം. അതിനകത്ത് കിട്ടുമെന്ന് എല്ലാ രത്നങ്ങളും. ഡയമണ്ട് ആൻഡ് ഗോൾഡ്. ഒറ്റ മാർക്കറ്റിൽ കയറി അവനെ എല്ലാം മേടിക്കാൻ മാൾ. അടുത്തത് മുത്ത്. നേരിയ തുണി. എല്ലാ തുണിയും കിട്ടും. പട്ടും കുസുമവും എല്ലാം. അടുത്തത് ധൂമ്രവസ്ത്രം. കടിഞ്ചുവപ്പ്. വായിക്കാം. പട്ട് കടിഞ്ചുവപ്പ്. ഇത് കണ്ടിട്ടില്ലയോ? ജുവലറികളുടെ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഒക്കെ പരസ്യം കണ്ടിട്ടില്ലയോ? എല്ലാ സാധനങ്ങളും ഒരു കൂരയ്ക്കകത്ത് വരുന്ന ഒരു അന്ത്യകാലം ഒരുവന്റെ കയ്യിൽ. അടുത്തത് ചന്ദനത്തരങ്ങൾ. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ആനക്കൊമ്പ് ചന്ദനത്തരം. അടുത്ത വായിക്കാം മക്കളെ. ആനക്കൊമ്പ് കൊണ്ടുള്ള സകലവിധ സാമാനങ്ങൾ. ആനയുടെ കൊമ്പെടുത്ത് കൊത്തുപണി നടത്തുന്ന സകല സാധനങ്ങൾ മാളിൽ കിട്ടുമെന്ന് അന്ത്യകാലം. അടുത്തത് വിലയേറിയ മരവും മരത്തിനകത്ത് കിട്ടുന്ന ചന്ദന മരത്തിനകത്ത്, ഈട്ടിമരത്തിനകത്ത് പണിഞ്ഞ വിഗ്രഹങ്ങൾ വരെ അതിനകത്ത് ഈ കോസ്മെറ്റിക് ഐറ്റംസ് ആയിട്ട് കിട്ടുമെന്ന പ്രവചനം. അടുത്തത് പിച്ചളയും ഇരുമ്പും. അലൂമിനിയം, ഇരുമ്പും, പിച്ചളയും എല്ലാം മാളിനകത്ത് ഓരോ സ്റ്റോറുകളായി. അടുത്തത് മർമരക്കല്ലും. കല്ലുകള്. പല കല്ലുകളിനകത്ത് ഡിസൈൻ ചെയ്ത കല്ലുകള്. അടുത്തത് മർമരക്കല്ലും കൊണ്ടുള്ള ഓരോ സാമാനം. അടുത്ത വാക്യം. ലവംഗം. സ്പ്രേ ഒക്കെ കിട്ടത്തില്ലേ? മാളിനകത്ത് ചെല്ലുമ്പോ പെങ്കൊച്ചുങ്ങള് നമ്മുടെ ശരീരത്തടിക്കും. ചേട്ടാ ചേച്ചി ഇത് മേടിച്ചോ, നല്ല സ്പ്രേയാ, കണ്ടില്ലേ? ലവംഗം. അടുത്തത് ഏലം. ധൂപവർഗം. കുന്തുരുക്കം. അവസാന ഭാഗങ്ങളിലേക്ക് 2-3 കാര്യത്തിന് വേണ്ടി. അടുത്തത് വായിക്കാം. കുന്തുരുക്കം. വീഞ്ഞ്. കള്ളും കിട്ടുമെന്ന് ബാറിനകത്ത്. കണ്ടില്ലേ? ഇനിയിപ്പം ബിവറേജസ് ഒന്നും വേണ്ട നാട്ടുകാർക്ക്. നല്ല നല്ല മാളിനകത്ത് നോൺ ആൽക്കഹോളിക് അമ്മാമ്മമാരടിക്കുന്ന വൈൻ വരെ കിട്ടുമെന്ന്. എന്തൊരു കാലമാ! ഇതിന്റെ പേരാ സോതോമിന്റെ പാപം ഇവിടെ വരാൻ പോകുന്നു. വീഞ്ഞ് വരെ കിട്ടും ഇതേ മാളുകളിനകത്ത്. അടുത്തത് വായിക്കാം. എണ്ണ. നേരിയ മാവ്. ആട്ടിയ മാവ്, എണ്ണയും വരെ അവിടെ കിട്ടും മാളിനകത്ത്. അമ്മാമ്മ അച്ചായനും വീട്ടിനകത്ത് അരി പോലും അരയ്ക്കേണ്ട ആട്ടിയ മാവും കടയിൽ കിട്ടും.
അടുത്തത് ഗോതമ്പ്, കന്നുകാലി, ആട്, കുതിര എല്ലാം കിട്ടും. മനുഷ്യന്റെ അടുത്തത് വയറ്, രഥം, ഇവിടെയാണ് എന്റെ പ്രസംഗം. മനുഷ്യന്റെ ദേഹം, അടുത്തത് മനുഷ്യന്റെ പ്രാണൻ എന്നീ ചരക്ക് ആ ഇനി ആരും വാങ്ങായികയാൽ മതി. ഇത്ര സാധനം മാളിനകത്ത് കിട്ടും. രണ്ട് കാര്യം അതിലേക്കാണ് ഞാൻ വരുന്നത്. മനുഷ്യന്റെ ദേഹം, മനുഷ്യന്റെ പ്രാണൻ വിൽപ്പന ചരക്കാകും. പണ്ടൊരു കാലത്ത് ഞങ്ങളിത് പ്രസംഗിച്ചാൽ ഒരു മനുഷ്യന്റെ ശരീരത്തിന് 3 ഘടകമാണ്. 1 ദേഹം, 2 ദേഹി, 3 ആത്മാവ്, ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ്. അങ്ങനെയെങ്കിൽ ഇതിൽ 2 കാര്യം കർത്താവിൻ്റെ ദാസി വായിച്ചു കേട്ടല്ലോ. മനുഷ്യന്റെ ദേഹം വിൽപ്പന ചരക്കാകും. 2 മനുഷ്യന്റെ പ്രാണൻ. എന്താ മനുഷ്യന്റെ ദേഹം? കുഞ്ഞുങ്ങളെ, ഈ പ്രഭാഷണം കേൾക്കുന്ന ആരും തെറ്റിദ്ധരിക്കരുത്. ഇന്നൊരു കല്യാണത്തിന് പെണ്ണിനെ അന്വേഷിക്ക് പോണ്ട. വേൾഡ് ഓൺ എ ഫിംഗർ ടിപ്പ്. കമ്പ്യൂട്ടറിനകത്ത് കൈവച്ചാൽ ഇഷ്ടമുള്ള പെണ്ണിനെ കിട്ടും, ഇഷ്ടമുള്ള ചെറുപ്പക്കാരനെ കിട്ടും. തീർന്നില്ല. ഇന്ന് വേറെ ഒരു പാപ സോതോമിന്റെ വന്ന് ലൊക്കാൻഡോ. മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം കമ്പ്യൂട്ടർ ലാപ്ടോപ്പും മേടിച്ചു കൊടുക്കുമ്പോൾ മനസ്സിലാകണം. ലൊക്കാൻഡോ. എന്താ ലൊക്കാൻഡോ? ഒരു പ്രത്യേക സൈറ്റിൽ കയറിയാൽ പോലീസിന്റെ അധികാരികൾ എന്നോട് പറഞ്ഞു തന്നതാ, പാസ്റ്ററെ പ്രസംഗിക്കണം. ഒരു പ്രത്യേക സൈറ്റിൽ കയറിയാൽ നിങ്ങളുടെ പട്ടണത്തിനകത്ത് ഇഷ്ടമുള്ള സ്ത്രീയെ നിങ്ങൾക്ക് ഈ സൈറ്റിൽ കൂടി തിരഞ്ഞെടുക്കാം, ഇഷ്ടമുള്ള പുരുഷനെ തിരഞ്ഞെടുക്കാം. ലൊക്കാൻഡോ. മനുഷ്യന്റെ ദേഹം. ഇന്നൊരു കാര്യം പ്രവചനാത്മാവിൽ കർത്താവിന്റെ ദാസൻ എന്ന നിലയിൽ ഞാൻ ഒരിക്കൽ കൂടി അക്കമിട്ട് പറയുന്നു. 2025 നിങ്ങൾ കാണുന്ന മാളിനകത്ത്, അക്വേറിയത്തിനകത്ത് മീനെ ഇട്ടിരിക്കുന്നത് പോലെ പുരുഷനെയും സ്ത്രീയെയും വിൽപ്പന ചരക്കാക്കി വെക്കാൻ പോകുന്ന ഒരു കാലം ഇവിടെ വരാൻ പോകുന്നു. സോദോമിന്റെ പാപം 2025 ദൈവദാസനാകുന്ന ഞാൻ അക്കമിട്ട് പറയുന്നു. വൻകിട മാളുകൾക്കകത്ത് 5-6 നിലകളിനകത്ത് മീനെ അക്വേറിയത്തിനകത്ത് ഇട്ടുവച്ചിരിക്കുന്നത് പോലെ ഗ്ലാസിനകത്ത് ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരികളെയും വെച്ചിരിക്കും. കാണാൻ വരുന്നവർ തൊട്ട് കാണിച്ചാൽ പണം കൊടുത്താൽ സ്ത്രീയും പുരുഷനും വിലയ്ക്ക് കിട്ടുന്ന ഒരു കാലം. കേരളം ഞെട്ടരുത്, ഗൾഫുകാരൻ ഞെട്ടരുത്, അമേരിക്കക്കാരൻ ഞെട്ടരുത്. ഇന്ന് ഭാര്യ വേണ്ട, കല്യാണം വേണ്ട. കമ്പ്യൂട്ടറിനകത്ത് നോക്കിയാൽ മെയിൽ എസ്കോർട്ട്. അമേരിക്കയിൽ നിന്ന് വരുന്ന ഒരു ചെറുപ്പക്കാരൻ നാട്ടിൽ 2 മാസം ജീവിക്കണം, ലിവിങ് ടുഗദർ. കമ്പ്യൂട്ടറിൽ നോക്കിയാൽ പെങ്കൊച്ചിനെ കിട്ടും. തീർന്നില്ല, അവളുമായിട്ട് 2 മാസം കറങ്ങും. എയർപോർട്ടിൽ കാറിട്ട് പോകുന്നത് പോലെ അവളെ ഇട്ടു പോകാം. സൈറ്റ് മുഴുവൻ വന്നു കഴിഞ്ഞു. സോദോമിന്റെ പാപം. വിറ്റും നട്ടും കുടിച്ചും കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോകുന്ന ഒരു കാലം ഇവിടെ വന്നു കഴിഞ്ഞു. അതിന്റെ പേരാ മെയിൽ എസ്കോർട്ട്. അമേരിക്കയിൽ നിന്ന് ഒരു ചേച്ചി നാട്ടിൽ വന്നു, ഗൾഫിൽ വന്നു. ഭർത്താവ് അവിടെ നിൽക്കുക 1 മാസം ലീവിന്. അമ്മാമ്മയ്ക്ക് മെയിൽ എസ്കോർട്ട് കയറിയാൽ, നല്ല ചെറുപ്പക്കാരന് പണം കൊടുത്താൽ 1 മാസം കറങ്ങാൻ കിട്ടും. മനുഷ്യന്റെ ദേഹം വിൽപ്പന ചരക്കാകും. ഇന്ന് വേൾഡ് ഓൺ എ ഫിംഗർ ടിപ്പ് കമ്പ്യൂട്ടറിനകത്ത് കൈവച്ച് മാര്യേജ് നടക്കുന്നെങ്കിൽ, ലൊക്കാൻഡോ നടക്കുന്നെങ്കിൽ, മെയിൽ എസ്കോർട്ടും ഫീമെയിൽ എസ്കോർട്ടും നടക്കുന്നെങ്കിൽ, വരുവാൻ പോകുന്ന കാലത്തിനകത്ത് കാലം തീരാൻ പോകുന്നു മക്കളെ. അങ്ങനെയെങ്കിൽ സംഭവിക്കാൻ പോകുന്നത്, മാളിനകത്ത് പച്ച മനുഷ്യനെ ഗ്ലാസിനകത്ത് വെച്ചിട്ട് തൊട്ട് കാണിച്ച് വില പറഞ്ഞു മേടിക്കുന്ന ഒരു കാലം. ഇറാഖിന്റെ ജാതി ആരാധനയ്ക്കകത്ത്, ട്രേഡ് ബാബിലോണിനകത്ത്, നമ്മുടെ ഇവിടെ വരാൻ പോകുന്ന മാളുകളിനകത്ത് ഇത് സംഭവിക്കാൻ പോകുന്ന ഈ പ്രഭാഷണം കേൾക്കുന്ന കുഞ്ഞുങ്ങളോട് ഞാൻ പറയാം, 5 വർഷം കഴിഞ്ഞ് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒറ്റ ചെറിയ കടകളും കാണത്തില്ല. ലോകം ഒരുവന്റെ കയ്യിലേക്ക്, കൊറോണയിലേക്ക് വന്നു. ഇത് മുഴുവൻ മാളിനകത്ത് വരാൻ പോകുന്നു. മനുഷ്യന്റെ ദേഹം വിൽപ്പന ചരക്കാകും. പാപത്തിന്റെ നിവർത്തി നമ്പർ 1 ഇതാ ട്രേഡ് ബാബിലോൺ. അധർമ്മമൂർത്തി, ജാതി ആരാധന, മ്ലേച്ഛതയുടെ ചിറക്, തുമ്പുകെട്ടയുടെ. തീർന്നില്ല, അതിന് നിതാന്തമായി 2ാമത്തെ ഭാഗം സയൻസിലേക്ക്. മനുഷ്യന്റെ പ്രാണൻ. എന്താ മനുഷ്യന്റെ പ്രാണൻ? അല്പസമയം സയൻസിലേക്ക് കടക്കണം. മനുഷ്യന്റെ പ്രാണൻ നിലനിൽക്കുന്ന ഏതില? ബ്ലഡിനകത്ത്. പലർക്കും ഒരു സംശയം വരും, ബൈബിളും സയൻസും. അതുകൊണ്ട് ക്യാൻസർ രോഗികളെ ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ കീമോ എടുക്കുന്നതിന് മുമ്പിട്ട് ഡോക്ടർമാർ ബ്ലഡ് കൗണ്ട് നോക്കുക. RBC, WBC, റെഡ് ബ്ലഡ് കോർപ്പസൽസ്. തീർന്നില്ല, വൈറ്റ് ബ്ലഡ് കോർപ്പസൽസ്. എന്തിനു വേണ്ടി?
അതുണ്ടെങ്കിലേ കൊടുക്കത്തുള്ളൂ. അങ്ങനെയെങ്കിൽ മനുഷ്യന്റെ ജീവൻ നിലനിൽക്കുന്നത് ബ്ലഡിനകത്തെങ്കിൽ മനുഷ്യന്റെ പ്രാണൻ എന്താ പ്രാണൻ? പണ്ടത്തെ കാലത്ത് ഇത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. എന്താ പ്രാണൻ? ഇന്ന് ഒരു ബ്ലഡ് ബാങ്കിനകത്ത് നാം ബ്ലഡ് കൊടുത്താൽ, ബ്ലഡോ പ്ലാസ്മയോ കൊടുത്താൽ മാസങ്ങൾ വരെ ഫ്രീസറിനകത്ത് ഉപയോഗിക്കാം. നമ്മുടെ ഒരു ചെറുപ്പക്കാരൻ ഒരു ഡൊണേഷന് ബ്ലഡ് കൊടുത്താൽ മാസങ്ങൾ വരെ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ ബ്ലഡ് ബാങ്കിൽ ഇരിക്കുന്നത് പോലെ മനുഷ്യന്റെ അവയവങ്ങൾ 14 വർഷം വരെ സൂക്ഷിക്കാം. അനിമാറ്റിക് ഫ്ലൂയിഡ്. പലർക്കും സംശയം വരും, കണ്ടോ 14 വർഷം ശീതീകരിച്ച അണ്ഡാശയ കോശം ഉപയോഗിച്ച് യുവതി അമ്മയായി. എന്തൊരു കാലം! ഇതിന്റെ പേരാണ് വരാൻ പോകുന്ന നിർണായക കണ്ടുപിടുത്തം, സോമാറ്റിക് സെൽ ന്യൂക്ലിയർ ട്രാൻസ്മിഷൻ. അപ്പൻ വേണ്ട, അമ്മ വേണ്ട. നല്ല മലയാളത്തിൽ പറഞ്ഞാൽ 50 വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ മരിക്കുമ്പോൾ അവന് കുഞ്ഞുങ്ങളില്ല. അവന്റെ ഒരു കോശം എടുത്തു വച്ചാൽ അത് സ്ത്രീയുടെ അണ്ഡാശയമായി സംയോജിപ്പിച്ചാൽ ഒരു കുഞ്ഞിനെ കിട്ടാൻ പോകുന്ന ടെക്നോളജി ഇവിടെ വന്നു കഴിഞ്ഞു. സോമാറ്റിക് സെൽ ന്യൂക്ലിയർ ട്രാൻസ്മിഷൻ. തീർന്നില്ല. അപ്പനും അമ്മയും ഇല്ലാതെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന കാലം അതെവിടുന്ന് കിട്ടും? മാളിനകത്ത് സകലതും കിട്ടും. ബ്ലഡ് സൂക്ഷിച്ചിരിക്കുന്നത് പോലെ അണ്ഡം, ഒരു സ്ത്രീയുടെ അണ്ഡം, അവർക്ക് ഓവർ വേണ്ട. ഒരു പുരുഷന്റെ സെമൻ അഥവാ അവന്റെ ബീജം എടുത്ത് ടെസ്റ്റ് ട്യൂബിനകത്ത് സൂക്ഷിച്ചാൽ ഒരു പ്രത്യേക കമ്പ്യൂട്ടറിന്റെ സംവിധാനത്തോടെ ഒരു ജാറിനകത്ത് ഇത് രണ്ടും പമ്പ് ചെയ്താൽ 9 മാസവും 9 ദിവസവും 9 വിനാഡിയും കഴിയുമ്പോൾ ഒരു കുഞ്ഞിനെ കിട്ടുന്ന കാലം. അർത്ഥം ഇത് മാളിനകത്ത് വിൽപ്പന ചരക്കാകൂ. മനുഷ്യന്റെ അവയവങ്ങൾ, മനുഷ്യന്റെ രക്തം. അന്ത്യകാലം. പണ്ടത്തെ കാലത്ത് ഇത് പറഞ്ഞാൽ വല്ലവരും കേൾക്കുമോ? തിരുവനന്തപുരത്ത് ഒരു കൊച്ചു മരിച്ചു. ആ കൊച്ചു മരിച്ചവന്റെ 8 അവയവങ്ങൾ ബാക്കിയുള്ളവർക്ക് മാറ്റിപ്പിടിപ്പിച്ചു. ഓർഗൻസ് ട്രാൻസ്പ്ലാന്റേഷൻ. നിങ്ങൾ കണ്ടിട്ടില്ലേ? ഹെലികോപ്റ്ററിൽ കൂടെ. ഇതാ മരണം ഇവിടെ തോറ്റുപോയിരിക്കുന്നു. കണ്ടില്ലേ? തിരുവനന്തപുരത്ത് നിന്ന് ഒരു ചെറുപ്പക്കാരന്റെ ഹൃദയം, കിഡ്നി, ഇതെല്ലാം ലിസി ഹോസ്പിറ്റൽ എറണാകുളത്ത് കൊണ്ടുപോയി മരിക്കാൻ കിടന്നവരുടെ ശരീരത്തിനകത്ത് 4 മണിക്കൂർ കൊണ്ട് എയർ ആംബുലൻസ് വഴി ട്രാൻസ്പ്ലാന്റ് ചെയ്തെങ്കിൽ ആ കാലം മാറാൻ പോകുന്നു. 14 വർഷം ഒരു മനുഷ്യന്റെ അവയവം അനിമാറ്റിക് ഫ്ലൂയിഡിനകത്ത് വെച്ചിട്ട് ബ്ലഡിന്റെ ലാബിനകത്തുനിന്ന് ബ്ലഡ് എടുത്ത് കൊടുക്കുന്നത് പോലെ അവയവം വരെ മാളിനകത്ത് കിട്ടുന്ന ഒരു കാലം ഇവിടെ വരാൻ പോകുന്നു. ഇറാഖിനകത്ത് വരുന്ന വ്യാപാരികളുടെ ട്രേഡ് ബാബിലോണിനകത്ത് മനുഷ്യന്റെ ദേഹം, മനുഷ്യന്റെ പ്രാണൻ തീരാൻ പോവുക കാലം. സൃഷ്ടാവായ ദൈവത്തിന്റെ കയ്യിലേക്ക് മനുഷ്യൻ പിടിക്കാൻ പോവുക. പണ്ടത്തെ കാലമല്ല. ഇൻഫർമേഷൻ, ബയോ, നാനോ ടെക്നോളജി. കണ്ടില്ലേ? ദാ കിടക്കുന്ന പണ്ട് മനുഷ്യൻ പറയും ഇത് വല്ലതും നടക്കൂ. എന്തൊരു കാലം! അവയവം മാറ്റാം, തല മാറ്റിവെക്കാൻ ശാസ്ത്രം തയ്യാർ. ചൈനയിൽ കണ്ടില്ലേ? പച്ച മനുഷ്യന്റെ തല വെട്ടി മാറ്റിയിട്ട് പുതിയ മനുഷ്യന്റെ തല 36 മണിക്കൂർ കൊണ്ട് മാറ്റുവാനുള്ള ട്രാൻസ്പ്ലാന്റേഷൻ ചൈനയിൽ റെഡി. കണ്ടില്ലേ? തല മാറ്റിവെക്കുന്നു. അന്ത്യകാലമെങ്കിൽ തിരുവനന്തപുരത്ത് ഒരു കൊച്ചു പയ്യൻ വിശാൽ മരിച്ചപ്പോൾ ഹെലികോപ്റ്റർ വഴി 4 ആശുപത്രിയിലേക്ക് അവന്റെ ഓർഗൻസ് കൊണ്ടുപോയി. തീർന്നില്ല. ചെന്നൈ വരെ അപ്പോളോയിൽ കൊണ്ടുപോയി ട്രാൻസ്പ്ലാന്റ് ചെയ്തെങ്കിൽ ഇനിയുള്ള കാലത്ത് കണ്ടോ മക്കളെ, ഒന്നും വേണ്ട, മനുഷ്യന്റെ അവയവം മാറ്റിവെച്ചുകൊണ്ട് ജീവൻ കൊടുക്കുന്ന ഒരു കാലം ഇവിടെ വരാൻ പോകുന്നു. അങ്ങനെയെങ്കിൽ ദൈവം ഇനി ഭൂമിയെ വെച്ചുകൊണ്ടിരിക്കുമോ? കൊത്തി കൊത്തി മുറത്തി കയറി കൊത്തുന്ന കോഴിയെ വീട്ടിലെ അമ്മച്ചി തട്ടുന്നത് പോലെ ഈ ലോകത്തെ ദൈവം തട്ടാൻ പോവുക. ദൈവത്തിന്റെ വചനത്തോട് മനുഷ്യൻ മറുതലിക്കുന്നു. എബ്രായ ലേഖനം 9:27 ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നെങ്കിൽ മനുഷ്യന്റെ മരണമില്ലാതെ 150-160 വർഷം ജീവിക്കുവാൻ ഹല്ലേലൂയ. മനുഷ്യന്റെ അവയവങ്ങൾ വണ്ടിയുടെ പാർട്സ് മാറ്റുന്നതുപോലെ മാറ്റുന്ന മാളുകളും അത് ലിക്വിഡേറ്റ് ചെയ്ത് കഴിഞ്ഞ് അനിമാറ്റിക് ഫ്ലൂയിഡിനകത്ത് സൂക്ഷിക്കുവാൻ 14 വർഷം വരെ സൂക്ഷിക്കുവാനുള്ള ടെക്നോളജി ഇവിടെ വന്നു കഴിഞ്ഞെങ്കിൽ ദൈവദാസനാകുന്ന ഞാൻ അക്കമിട്ട് പറയുന്നു, 2025 ലോകം കാണാൻ പോകുന്നു. മാളിനകത്ത് ബ്ലഡ് കിട്ടും. ഇന്ന് പല ഫാർമസിയോടും ചേർന്ന് കേരളത്തിലും ദുബായിലും അമേരിക്കയിലും എല്ലാം ബ്ലഡ് ബാങ്ക് അത് പോകാൻ പോകുന്നു. ഇനി മാളിനകത്ത് ബ്ലഡ് കിട്ടും. അവിടെ ചെല്ലുമ്പോൾ ഒരു സഹോദരി ക്രോസ് മാച്ച് ചെയ്യും. നിങ്ങൾക്ക് പെപ്സിയോ കൊക്കക്കോളോ തരുന്നത് പോലെ 14 വർഷം ശീതീകരിച്ച ബ്ലഡ് മാളിനകത്ത് കിട്ടാൻ പോകുന്നു. തീർന്നില്ല.
പണ്ടത്തെ കാലം ഒന്നുമല്ല, കാലം മാറാൻ പോകുന്നു. അങ്ങനെയെങ്കിൽ മകനെ മകളെ, ഇതേ മാളിനകത്ത് കിഡ്നി കിട്ടും. മരിച്ചവന്റെ കിഡ്നി നല്ല 14 ഡിഗ്രിക്കകത്ത് ഫ്രീയോൺ വാതകം കൊടുത്തിട്ട് അനിമാറ്റിക് ഫ്ലൂയിഡിനകത്ത് വെച്ചാൽ 14 വർഷം കഴിഞ്ഞിട്ട് മറ്റൊരുവരിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. മരിച്ചവന്റെ ഹൃദയം എടുത്ത് ഫ്രീസറിനകത്ത് അനിമാറ്റിക് ഫ്ലൂയിഡിനകത്ത് വെച്ചാൽ 14 വർഷം കഴിഞ്ഞിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ. കണ്ടോ, 14 ഇയേഴ്സ് മരിച്ച യുവതിയുടെ ഹല്ലേലൂയ അണ്ടമെടുത്തിട്ട് അല്ല യുവാവിന്റെ എടുത്തിട്ട് ദാ ഒരു കുഞ്ഞിന് ജന്മം നൽകിയെങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന ബൈബിളിനകത്ത് ഇതെല്ലാം എഴുതിയിട്ടുണ്ട്. മനുഷ്യന്റെ അവയവങ്ങൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യും. അത് സോമാറ്റിക് സെൽ ന്യൂക്ലിയർ ട്രാൻസ്മിഷൻ ബൈബിളിനകത്തുണ്ടോ, പ്രവചനത്തിനകത്തുണ്ടോ? ഈ ക്രോസ് പ്ലാന്റേഷൻ വരും, സോമാറ്റിക് സെൽ ന്യൂക്ലിയർ ട്രാൻസ്മിഷൻ വരും. വായിക്കാൻ കുഞ്ഞ ഇരമ്യാ പ്രവചനം 31-ാം അധ്യായം 27-ാമത്തെ വാക്യം. ഞാൻ ഇസ്രായേൽ ഗ്രഹത്തിലും ഇസ്രായേൽ ഗ്രഹത്തിലും യഹൂദാ ഗ്രഹത്തിലും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും വിത്ത് വിതയ്ക്കുന്ന കാലം വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. നേഴ്സിംഗ് പഠിക്കുന്ന ഡോക്ടർമാർക്ക് ഇതറിയാം. ഇതിന്റെ പേരാ ഹ്യൂമൻ ജീനോ പ്രോജക്ട്. ഹ്യൂമൻ ജീനോ പ്രോജക്ട്. വചനം മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഒരിക്കൽ കൂടി, ഞാൻ ഇസ്രായേൽ ഗൃഹത്തിലും യഹൂദാ ഗോത്രത്തിലും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും വിത്ത് വിതയ്ക്കുന്ന കാലം. ക്രോസ് പോളിനേഷൻ. പണ്ടത്തെ തെങ്ങിൻ തൈ എന്തുവാ? 6 വർഷം 10 വർഷം കായ്ക്കണം. ഇപ്പൊ 2 വർഷം കൊണ്ട് തെങ്ങിൻ തൈ കാണിക്കും. ടീൻ ടു ഡി ക്രോസ് പോളിനേഷൻ. പണ്ടത്തെ പശു എന്തുവാ? നാടൻ പശു. ഇന്നത്തെ പശുവിന്റെ പേര് വെച്ചൂർ പശു, ജേഴ്സി പശു. 40 ലിറ്റർ പാല്. വിത്ത് വിതയ്ക്കുന്നു. ആരാ ഇത് കൊടുത്തതെന്നറിയാമോ? തമിഴ്നാട്ടുകാരൻ ശ്രീകാന്ത്, അമേരിക്കയിൽ. ക്രോസ് പോളിനേഷൻ. ഇതാ സയൻസിൽ ഇന്ന് നേഴ്സുമാർ പഠിക്കുന്ന ഹ്യൂമൻ ജീനോ പ്രോജക്ട് അഥവാ ടീൻ ടു ഡി തെങ്ങ്, വെച്ചൂർ പശു, ക്ലോണിങ്ങിൽ കൂടെ ഡോളി എന്ന ആട്ടുംകുട്ടി, മനുഷ്യനില്ലാതെ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്ന ടെക്നോളജി ഇവിടെ വന്നു കഴിഞ്ഞു. ഇതാ ബൈബിളിന്റെ തനിമ, ഇതാ ബൈബിളിന്റെ നൈർമല്യത. ഇതെല്ലാം വിൽപ്പന ചരക്കാകുന്ന ഒരു മാൾ ഇറാഖിനകത്ത് വരാൻ പോകുന്നു. അന്ത്യകാലം. ദൈവം ഇതിനോട് എങ്ങനെ പ്രതികരിക്കും? വിശുദ്ധ തിരുവചനത്തിനകത്ത് ദൈവജനത്തിന് ദൈവം ഒരു പ്രമാണം വെച്ചിട്ടുണ്ട്. എന്താ പ്രമാണമെന്നറിയാമോ? വായിക്കാൻ ലേവ്യ പുസ്തകം 19-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. ദൈവം വെച്ച പ്രമാണം എന്താ? ഹല്ലേലൂയ, വായിച്ചാട്ടെ. നിങ്ങൾ എന്റെ ചട്ടങ്ങൾ പ്രമാണിക്കണം. എല്ലാം ബൈബിൾ പ്രവചനത്തിലും ബൈബിളിനും അടിസ്ഥാനപ്പെടുത്തിയ പ്രസംഗിക്കുന്നത്. നിങ്ങൾ എന്റെ ചട്ടങ്ങൾ പ്രമാണിക്കണം. അടുത്തത്, 2 തരം മൃഗങ്ങളെ തമ്മിൽ ഇണ ചേർക്കരുത്. കണ്ടോ, ഇന്ന് വ്യത്യസ്ത പശുക്കളെ ഇണ ചേർത്ത് പാല് കൂടുതൽ കിട്ടാൻ വേണ്ടി ഈ ചെയ്യുന്നതാ ദൈവവചനത്തോട് നീതിയില്ലാത്ത കാര്യം. അടുത്തത് വായിക്കാം. നിന്റെ വയലിൽ കൂട്ടുവിത്ത് വിതയ്ക്കരുത്. മതി. കണ്ടോ, പക്ഷേ ദൈവം ഇസ്രായേൽ ജനത്തിനോട് കൊടുത്ത വാഗ്ദത്തത്തിന്റെ നിവർത്തിക്ക് വിരുദ്ധമായി ഇസ്രായേൽ ഇന്ന് ലോകത്തിന്റെ നെറുകയ്ക്കകത്ത് കൂട്ടുകൃഷി കാര്യങ്ങളെല്ലാം നിലപ്പെടുത്തുമ്പോൾ കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണ, ഇനി ഈ ഭൂമിയെ ദൈവം വെച്ചുകൊണ്ടിരിക്കത്തില്ല. ഈ ഹെഡ് ട്രാൻസ്പ്ലാന്റേഷൻ, ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ, അനിമാറ്റിക് ഫ്ലൂയിഡിനകത്ത് കുഞ്ഞിനെ കിട്ടുന്ന കാലവും അതുപോലെ തന്നെ മൃഗങ്ങളിനകത്ത് വിത്ത് വിതയ്ക്കുമ്പോൾ കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണ, ഇനി ഭൂമിയെ ദൈവം വെച്ചുകൊണ്ടിരിക്കത്തില്ല. എന്റെ പ്രഭാഷണം കേൾക്കുന്ന സഹോദരങ്ങളെ, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം. ഇതാകുന്നു രക്ഷാദിവസം. മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം അപ്പോസ്തല പ്രവൃത്തി 4:12 യേശുവിന്റെ നാമം. ഈ പ്രഭാഷണം കൺവെൻഷന്റെ 2-ാമത്തെ രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പുണ്യസ്ഥലങ്ങൾ തേടണ്ട, സ്വോത്രകാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തണ്ട. നെഞ്ചത്ത് കൈവച്ച് യേശു എന്റെ ഏക ദൈവം, യേശു എന്റെ ഏക രക്ഷിതാവ്, യേശു എന്റെ ഏക കർത്താവെന്ന് നിലവിളിച്ച് ഇന്ന് നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്കുക. എന്റെ നാഥൻ ഇന്ന് രാത്രി നിന്റെ നടുവിൽ വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. കാലം തീരാറായി. നമ്മുടെ കാന്തൻ മധ്യാകാശത്തിൽ വരാറായി. പ്രവചനങ്ങൾ നിവർത്തിയായി. 2007 മുതൽ ഇറാഖിനകത്ത് തറക്കല്ലിട്ട് 2009 ജപ്പാന്റെ പണത്തോടു കൂടി പണിയുന്ന ട്രേഡ് ബാബിലോൺ, വെളിപ്പാട് 11, 12, 13, 14 ഭൂമിയിലെ വ്യാപാരികളുടെ സകല കേന്ദ്രമായി ട്രേഡ് ബാബിലോൺ മാറുമ്പോൾ മനുഷ്യന്റെ ദേഹം അവിടെ വിൽപ്പന ചരക്കാകും. മകനെ മകളെ, മനുഷ്യന്റെ പ്രാണൻ അവിടെ വിൽപ്പന ചരക്കാകും. 14 വർഷം ഒരു സൂക്ഷിച്ചിരുന്ന ഒരു അണ്ടമെടുത്ത് ഒരു യുവതി അമ്മയായെങ്കിൽ ആകാശത്തിൽ കൂടെ വിശാലിൻ്റെ ഓർഗൻസ്
8 ആശുപത്രികളിൽ കൊണ്ടുപോയെങ്കിൽ തീർന്നില്ല. മരണം ഇവിടെ തോറ്റെങ്കിൽ ഓർഗൻസ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നൊരു കാലം 2700 കൊല്ലം മുമ്പ് കണ്ണീരിൻ്റെ നടുവിൽ ഇരമ്യാവ് എഴുതി വെച്ചു. ഇസ്രായേൽ ഗ്രഹത്തിലും യഹൂദ ഗ്രഹത്തിലും മൃഗങ്ങളുടെയും മനുഷ്യന്റെയും വിത്ത് വിതയ്ക്കുന്ന ഒരു കാലം. സോമാറ്റിക് സെൽ ന്യൂക്ലിയർ ട്രാൻസ്മിഷൻ. അപ്പൻ വേണ്ട, അമ്മ വേണ്ട, നാട്ടുകാർ വേണ്ട. ഒരു കുഞ്ഞിനെ കിട്ടുവാൻ ഒരു ജാറിനകത്ത് അനിമാറ്റിക് ഫ്ലൂയിഡിൽ ഒരു സ്ത്രീയുടെ കോശവും പുരുഷന്റെ കോശവും മിക്സ് ചെയ്താൽ ഒരു കുഞ്ഞിന് ആരോടും ദയാദാക്ഷിണ്യമില്ലാത്ത ഒരു കുഞ്ഞിനെ വാർത്തെടുക്കുവാൻ ശാസ്ത്രലോകം ശ്രമിക്കുന്നുവെങ്കിൽ അതിൻ്റെ എക്യുപ്മെന്റ്സ് മുഴുവനും മാളിനകത്തേക്ക് വരുന്നെങ്കിൽ, മാളിനകത്ത് ആശുപത്രിയിലെ ബ്ലഡ് ബാങ്കിൽ പോകാതെ രക്തം കിട്ടുമെങ്കിൽ, കണ്ണ് കിട്ടുമെങ്കിൽ, ഹാർട്ട് കിട്ടുമെങ്കിൽ, ലിവർ കിട്ടുമെങ്കിൽ, ഓർഗൻസ് 14 വർഷം വരെ ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാൻ ടെക്നോളജി വരുമെങ്കിൽ, സക്കരിയാവ് പറഞ്ഞ പ്രവചനത്തിന്റെ നിവർത്തി ഇവിടെ നടന്നിരിക്കുന്നു. അവൾക്ക് ശീനാർ ദേശത്ത് ഒരു വീട് പണിവാൻ പോകുന്നു. വീട് പണിഞ്ഞാൽ അവളെ സ്വസ്ഥാനത്ത് പാർപ്പിക്കും. ഇല്ല, അങ്ങനെയെങ്കിൽ ഈ മാൾ ഈ ഭൂമിയിൽ നിലനിൽക്കുമോ? വായിക്കാം, ഇത് വീണു പോവും. ഈ യെഹെസ്കേലിന്റെ പ്രവചനം 27-ാം അധ്യായം 27-ാമത്തെ വാക്യം. ഈ മാൾ ഇവിടെ നിലനിൽക്കുമോ? വായിക്കാം മക്കളെ. നിന്റെ സമ്പത്തും ചരക്കും. കണ്ടോ, ഇറാഖിന്റെ പതനമാ. നിന്റെ സമ്പത്തും ചരക്കും, കച്ചവടവും കപ്പൽക്കാരും. അയ്യോ, ലോകരാജ്യങ്ങളിൽ നിന്ന് അവനെ സേവിക്കാൻ വരുന്ന മാളിലേക്ക് വരുന്ന ട്രേഡ് ബാബിലോണിലെ കപ്പലുകളും. അടുത്തത് മാലൂമികളും. എല്ലാം നേരത്തെ വായിച്ച ലിസ്റ്റിലുള്ള പൊന്ന്, വെള്ളി, ലവംഗം, മർമരക്കല്ല്, മനുഷ്യന്റെ ദേഹം, മനുഷ്യന്റെ പ്രാണൻ. അടുത്തത് ഓരായ പണിക്കാരും. എല്ലാ പണിക്കാരും, അതിനകത്ത് ജോലി ചെയ്യുന്നവരും. അടുത്തത് കുറ്റിക്കാരും. നിന്നിലുള്ള സകല യോദ്ധാക്കളും. ഇറാഖിനകത്തുള്ള നല്ല ഏദോമിലെ വീരന്മാർ. പ്രവചനം ഞാൻ തൊടുന്നില്ല. നിന്റെ അകത്തുള്ള സർവ്വജന സമൂഹത്തോടുകൂടെ മഗധിയാം ബാബിലോണിനകത്ത്. അടുത്തത് നിന്റെ വീഴ്ചയുടെ നാളിൽ സമുദ്രമധ്യേ വീഴും. നിന്റെ വീഴ്ചയുടെ നാളിൽ നീ തകരും. ഇതൊരു താൽക്കാലിക പ്രതിഭാസമാ. ഇതെല്ലാം കാട്ടിക്കൊണ്ട് ലോക ജനത്തെ ഒരുവന്റെ കയ്യിലേക്ക് കൊണ്ടുപോകുവാൻ ഇന്നത്തെ വിസ കാർഡും ക്രെഡിറ്റ് കാർഡും പേടിഎമ്മും ATM-ഉം വൻകിട മാളുകൾ ഒന്നും നിലനിൽക്കത്തില്ല മക്കളെ. ഇതെല്ലാം താമസം വിനാ തകരുമെങ്കിൽ തകരാത്തതൊന്നേ ഉള്ളൂ. ആ തകരാത്തത് ദൈവരാജ്യം മാത്രമാ. രാജ്യത്തിന്റെ സുവിശേഷം ഭൂതലത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ എൻ്റെ കർത്താവ് മടങ്ങി വരുമെങ്കിൽ ഈ കൊറോണ കാലത്തും കോവിഡിന്റെ കാലത്ത് ഞങ്ങൾ നെഞ്ചുകീറി പ്രസംഗിക്കുന്നത് ഞങ്ങളുടെ നാഥന്റെ വരവടുത്തെങ്കിൽ, ഈ പ്രവചനങ്ങളെല്ലാം മുദ്രയിടുവാൻ കാലമായെങ്കിൽ, അത് മുദ്രയിടുന്നതിന് മുമ്പ് യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട മക്കളെ ചേർക്കുവാ തന്റെ നാഥൻ മധ്യാകാശത്തിൽ വരും. വചനമകത്തളങ്ങൾ ജ്വലിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഈ കൊറോണയുടെ പരിസമാപ്തിയിൽ ലോകം ഒരുവന്റെ കയ്യിലേക്ക് വരുമ്പോൾ, ഗോർഡൻ ബ്രൗൺ ഒരു ഭരണാധികാരി അന്വേഷിക്കുമ്പോൾ, ഇറാഖിൽ മാള് പണിയാൻ തുടങ്ങുമ്പോൾ, സകല കാര്യങ്ങൾ ഒരുവന്റെ കയ്യിലേക്ക് വരാൻ പോകുമ്പോൾ അത് നിലനിൽക്കയില്ല. തീർന്നില്ല. കൽദയ ദേശത്തിന് ന്യായവിധി വരുമോ? സഭയാകുന്ന ബാബിലോൺ, മ്ലേച്ഛത, ട്രേഡ് ബാബിലോൺ രണ്ടും തകർന്നു പോകും. അതിന് നിതാന്തമായി ബൈബിളിനകത്തെ കൊന്നൂടെ വരാം. ഇരമ്യാ പ്രവചനം 50-ാം അധ്യായം അതിൻ്റെ 25, 26 വാക്യങ്ങൾ. ഇരമ്യാ പ്രവചനം 50-ാം അധ്യായം അതിൻ്റെ 25, 26 വാക്യങ്ങൾ വായിച്ചിട്ട് മക്കളെ. ഇരമ്യാ പ്രവചനം 50-ാം. യഹോവ തന്റെ ആയുധശാല തുറന്ന്. ഇതാരും നശിപ്പിക്കണ്ട. യഹോവ തന്റെ ആയുധശാല തുറന്ന് തന്റെ ക്രോധത്തിന്റെ ആയുധങ്ങളെ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നു. ദൈവത്തോട് മറുതലിച്ചാൽ ദൈവം തന്റെ ആയുധപ്പര തുറന്ന്, ഹല്ലേലൂയ, ആയുധപ്പരയിൽ നിന്ന് കോപത്തിന്റെ കലശങ്ങളെ എടുത്തുകൊണ്ട് വന്നിരിക്കുന്ന. അടുത്ത വാക്യം വായിക്കാം. സൈന്യങ്ങളുടെ യഹോവയായ കർത്താവിന്. ഈ വാക്യമല്ല അക്കമിട്ട് ബൈബിൾ ഉള്ളവരെല്ലാം പഠിച്ചോണ്. സൈന്യങ്ങളുടെ യഹോവയായ കർത്താവിന് കൽദയ ദേശത്ത് ഒരു പ്രവൃത്തി ചെയ്യുവാനുണ്ട്. കൽദയ ദേശം, കൽദയ ദേശമായ ഇന്നത്തെ ഇറാഖ്, മഗധിയാം ബാബിലോണിനോടുള്ള ബന്ധത്തിൽ കൽദയ ദേശത്ത് ഹല്ലേലൂയ ഒരു പ്രവൃത്തി ചെയ്യുവാനുണ്ട്. വായിക്കാം. സകല ദിക്കുകളിൽ നിന്ന് അതിന്റെ നേരെ വന്ന്. ഭൂമിയിലെ വ്യാപാരികൾ വെളിപ്പാട് ഇതിനകത്ത്
പ്രവചനത്തിനകത്ത്, യെശയ്യാ പ്രവചനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് സകല ദിക്കിൽ നിന്ന് ഈ യിരെമ്യാ പ്രവചനത്തിൽ സകല ദിക്കിൽ നിന്ന്. വായിക്കാം അടുത്തത്. അതിന്റെ നേരെ വന്ന് അതിന്റെ കളപ്പുരകളെ തുറപ്പീൻ, അതിനെ കറ്റ പോലെ കൂമ്പാരം കൂട്ടുവീൻ, എല്ലാം കൂട്ടിക്കളയും. അടുത്തത്. അതിലൊന്നും ശേഷിപ്പിക്കാതെ നിർമൂലനാശം വരുത്തുവീൻ. ബാബിലോൺ തകരും. ഇന്ന് കെട്ടി ഉണ്ടാക്കുന്ന പഴയ നിമ്രോദിന്റെ തലമുറയിൽ ആകാശം മുട്ട ഒരു ബാബേൽ ഗോപുരം പണിഞ്ഞെങ്കിൽ സ്വർഗത്തിലെ ദൈവം വരുവീൻ, നാം ഒരുമിച്ച് ചെല്ലുവീൻ. അവരെ കലക്കി കളഞ്ഞതുപോലെ ഇന്ന് ജാതീയ ആരാധനയ്ക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് മഗതിയാം ബാബിലോണിനകത്ത് കാര്യങ്ങൾ നടക്കുമെന്ന് പിശാച് ഉപായത്തിൽ കൂട്ടിക്കൊണ്ടുപോകുന്ന സകലതും തകരുമെന്ന് കൽദയ ദേശത്തിനോടുള്ള യഹോവയുടെ ന്യായവിധി തീർന്നില്ല. 2 ബാബിലോണും ഇവിടെ അവസാനിച്ച് കിട്ടും. അതിന് നിതാന്തമായി ഈ പ്രസംഗത്തിന്റെ കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ നിങ്ങളൊരു മനസ്സിലാക്കണം, 2 കാര്യങ്ങൾ വായിക്കണം. 2ഉം ഇവിടെ തകർന്നു പോകും. മഗതിയാം ബാബിലോൺ ജാതീയ ആരാധനയും, ട്രേഡ് ബാബിലോൺ ഇറാഖ്. ട്രേഡ് ബാബിലോണിന്റെ ന്യായവിധിയായി വായിച്ചു കേട്ടത് കൽദയ ദേശത്തിന് നേരെ ഒരു ന്യായവിധി. ഇന്ന് ഇറാഖ് സൈലന്റിൽ ഇരിക്കുന്നെങ്കിൽ അവനൊരു ബലമേറിയ പട്ടണമായി രഹസ്യത്തിനകത്ത് മാളിനകത്ത് വളർന്നു വരുമ്പോൾ താമസമിന ഏക ലോക ഭരണത്തിനകത്ത് ട്രേഡ് ബാബിലോൺ അതിനകത്ത് വരുമ്പോൾ ഹല്ലേലൂയ അതിന്റെ തകർച്ച സംഭവിക്കുമെന്ന് പ്രവചനത്തിന്റെ നിവർത്തിയെങ്കിൽ ജാതീയ ബാബിലോൺ, കൈവിടപ്പെട്ട സഭ. വിശുദ്ധ തിരുവെഴുത്തിനകത്ത് വ്യക്തമായിട്ടൊരു വാക്യമുണ്ട്, വായിക്കാം. വിശുദ്ധ വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം 4-ഉം 5-ഉം വാക്യം ഒന്ന് വായിച്ചാട്ട് മക്കളെ. വിശുദ്ധ വെളിപ്പാട് 17-ന്റെ 4-ഉം 5-ഉം ബൈബിളിലെ ഏറ്റവും മഹതിയായ വാക്യം വായിക്കാം. ആ സ്ത്രീ ധൂമ്രവർണ്ണവും കടും ചുവപ്പ് നിറവുമുള്ള വസ്ത്രം ധരിച്ച് പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളായി, അംശവടിയും പട്ടത്തവടിയും കൈയിനകത്ത് പല കാര്യങ്ങളും വെച്ചുകൊണ്ടിരിക്കുന്ന ജാതീയ ആരാധനയുടെ മ്ലേച്ഛതയായി കാണിക്കുന്നത് റോം. അതുകൊണ്ടാ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഇന്ന് എല്ലാവരെയും കൂട്ടുന്നു. ഓർത്തഡോക്സ് ഞങ്ങളോട് ചേരണം, പെന്തക്കോസ് ഞങ്ങളോട് ചേരണം, യാക്കോബായ ഞങ്ങളോട് ചേരണം, എല്ലാവരും ഞങ്ങളോട് ചേരണം. വിശുദ്ധ വെളിപ്പാട് 13:7 വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുവാൻ സകല ഗോത്രത്തിന്മേലും ഭാഷമേലും വംശത്തിന്മേലും അവൻ അധികാരം. അടൂരിൽ എക്യൂമെനിക്കൽ കോൺഫറൻസ് തീർന്നില്ല. സ്വാമി പ്രകാശാനന്ദ വത്തിക്കാനന്ദ അമൃതാനന്ദമായി വത്തിക്കാനിൽ എല്ലാവരും പോന്നതിന്റെ പിൻപിൽ ഒരേക ലോക മതം ഇവിടെ വരാൻ പോകുന്നു. വൺ വേ വേൾഡ് റിലീജിയൻ. മതം മനസ്സിലാക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അതുകൊണ്ടാണ് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ അബുദാബി വന്ന് ഷേഖിന് കൈ കൊടുത്തത്. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ കാണാൻ അമൃതാനന്ദമായി പോയില്ലേ? കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ കാണാൻ പ്രകാശാനന്ദ പോയില്ലേ? എല്ലാരും ഒരുമിച്ച് കൂടുന്നില്ലേ? എക്യൂമെനിക്കൽ ഫോറം കരിസ്മ. എത്ര ക്ലിയർ! കടുംചുവപ്പന്റെ സ്ത്രീ. വായിക്കാം മക്കളെ അടുത്ത വാക്യം. പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളായി തന്റെ വേശ്യാവൃത്തിയുടെ മ്ലേച്ഛതയും അശുദ്ധി നിറഞ്ഞ സ്വർണ്ണ പാനപാത്രം കയ്യിൽ പിടിച്ചിരുന്നു. കണ്ടില്ലേ? സ്വർണ്ണ പാനപാത്രം. ജനത്തെ തെറ്റിക്കുവാൻ അവരുടെ പാനപാത്രത്തിനകത്ത് മദ്യ ഉപദേശം അഥവാ തെറ്റിക്കുന്ന ഉപദേശം. അടുത്ത വാക്യമാണ് ബൈബിളിൽ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്ന മർമ്മം. വായിക്കാം. മർമ്മം മഹദിയാം ബാബിലോൺ വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്നൊരു പേർ. നിമ്രോദിന്റെ ഭാര്യ സറാമിസ് ഇറാഖിനകത്ത് ജാതീയാരാധന കുരിശടിയും കുമ്പിടിയിലും അപ്പനും അമ്മയും ഇല്ലാതെ പിറന്ന കുഞ്ഞിനെ കൊണ്ടുവച്ച് ആരാധന നടത്തിയതുപോലെ എതിർ ക്രിസ്തുവാകുന്ന അധർമ്മത്തിന്റെ മർമ്മം യഹൂദനെ തെറ്റിക്കുവാൻ വേണ്ടി ആലയത്തിനകത്ത് ശൂന്യമാക്കുന്ന മ്ലേച്ഛ വിഗ്രഹം കമ്പ്യൂട്ടറിനെ കൊണ്ടുവരുമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നീരയും റാഡയും മിത്രയും വരുമ്പോൾ ഏക സത്യ ദൈവത്തിനകത്ത് ആരാധിക്കേണ്ട യഹൂദൻ ഞാൻ തന്നെ വഴിയും ഞാൻ തന്നെ സത്യവും ഞാൻ തന്നെ ജീവനുമെന്ന് വളരെ ക്ലിയറായി പറഞ്ഞതിന്റെ വഴിവിട്ട് ബിംബത്തെ കുമ്പിടുന്ന ഒരു കാലം വരാൻ പോന്നു. ബാബേലിന്റെ അകമ്പടിയോട് റോമിന്റെ മേലങ്കിയോട് ഏകലോക ഭരണവും ഏകലോക മാളും ഇവിടെ വരാൻ പോകുമ്പോൾ കൃപ പ്രാപിച്ച ദൈവമക്കൾ ഒരിക്കൽ കൂടെ പറയണം, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് നിവർന്ന് തലകളെ ഉയർത്തുകയും കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഉലകം ചുറ്റുമ്പോൾ അബുദാബിയിൽ വരുമ്പോൾ പ്രകാശാനന്ദ ചെല്ലുമ്പോൾ അമൃതാനന്ദമയ്യായി കൈ കൊടുക്കുമ്പോൾ സകല മെത്രാന്മാരും ഒരുമിക്കുമ്പോൾ ഒരേക ലോക മതം ഇവിടെ വരാൻ പോകുന്നുവെങ്കിൽ അവളുടെ ജാതീയ ആരാധനയ്ക്കകത്ത് ഇന്ന് രാത്രിയും എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവളെ വിട്ടുപോരുവേ. അവളുടെ പാനപാത്രത്തിൽ ഓഹരിക്കാരാകാതെ വെളിപ്പാട് 18:4 പറയുന്നത് എന്റെ ജനമേ ഹല്ലേലൂയ, അവളുടെ പാനപാത്രത്തിൽ ഓഹരിക്കാരാതെ അവളുടെ മദ്യം നുകരകരാതെ അവളെ വിട്ടുപോരുവീൻ. ലോകത്തിൽ കെട്ടിയുണ്ടാക്കുന്ന ബാബിലോണെല്ലാം തീരാൻ കാലമായി. അങ്ങനെയെങ്കിൽ മർമ്മം മഗദിയാം ബാബിലോൺ. വായിക്കാം മക്കളെ. വെളിപ്പാട് പുസ്തകം 18:1
2 വാക്യങ്ങൾ വായിക്കാം. അനന്തരം ഞാൻ വലിയ അധികാരമുള്ള മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിറങ്ങുന്നത് കണ്ടു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അടുത്തത്, അവന്റെ തേജസ്സിനാൽ ഭൂമി പ്രകാശിച്ചു. ഓ, സ്വർഗീയ ദൂതൻ ഇറങ്ങി. അടുത്ത വാക്ക്, അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞത്, വീണുപോയി, വീണുപോയി, മഹദിയാം ബാബിലോൺ വീണുപോയി, മഹദിയാം ബാബിലോൺ വീണുപോയി. ദുർഭൂതങ്ങളുടെ പാർപ്പിടവും സകല അശുദ്ധാത്മാക്കളുടെ തടവും അശുദ്ധിയും അറപ്പുമുള്ള സകല പക്ഷികളുടെയും തടവുമായി തീർന്നു. മതി. 1 ഇരമ്യാവ്, യെശയ്യാവ് കപ്പലുകളെ തകർത്തുകൊണ്ട് ട്രേഡ് ബാബിലോൺ തകരും, ഭൂമിയിലെ വ്യാപാരികളുടെ കേന്ദ്രത്തെ സ്വർഗം തകർക്കും. തീർന്നില്ല. ഉപദേശത്തിന് വിരുദ്ധമായി എക്യൂമെനിക്കൽ കരിസ്മയോടെ ലോകത്തെ കെട്ടിപ്പൊക്കി ഇന്നത്തെ പോപ്പുമാരുടെ നിരയിൽ നിന്ന് ഒരുവൻ എഴുന്നേറ്റ് വരും. 1-ാം മൃഗ സമുദ്രം, 2-ാം മൃഗം കുഞ്ഞാടിനെ പോലെ കള്ളപ്രവാചകനായി എഴുന്നേറ്റ് വന്ന് 10 കൊമ്പും 7 തലയുടെ സിംഹാസനത്തിനകത്തിരുന്ന് ലോകത്തിലെ മതങ്ങളോട് ചേർന്ന് ദുരാത്മാവിൻ്റെ പ്രവൃത്തി നടത്തുന്നവളെ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി ഈ ബാബിലോണാകുന്ന ജാതീയ ആരാധന സഭയെ തകർക്കാൻ കാലമായി. ഒരു വശത്ത് ട്രേഡ് ബാബിലോൺ, മറുവശത്ത് കൈവിടപ്പെട്ടയാകുന്ന സഭയാകുന്ന ബാബിലോൺ തീരാറായി. സോദോമിൻ്റെ പാപമാ ബാബിലോണിൽ വരാൻ പോകുന്നത്. ട്രേഡ് ബാബിലോണിനകത്ത് കുഞ്ഞുങ്ങളെ സംഭവിക്കുന്നത് ഇത് മാത്രമേ ഉള്ളൂ. ട്രേഡ് ബാബിലോണിനകത്ത് മനുഷ്യൻ്റെ ദേഹവും മനുഷ്യൻ്റെ പ്രാണനുമെല്ലാം വിൽപ്പന ചരക്കായി മാറും. എൻ്റെ പ്രിയ മക്കളെ, ദൈവം പാപത്തെ എല്ലാ നാളും വെച്ച് പൊറപ്പിക്കത്തില്ല. നോഹയുടെ കാലം എല്ലാവർക്കും അറിയാം. എന്താ നശിപ്പിച്ചത്? ഉൽപ്പത്തി 6 എഴുതിയിട്ടുണ്ട്, ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യൻ്റെ മക്കളെ പുത്രിമാരെ തിരഞ്ഞെടുത്തു. കണ്ണിന് കൊള്ളാവുന്നത് ദൈവം വെറുക്കുന്ന പാപം. അങ്ങനെയെങ്കിൽ ഒരു പ്രളയം വന്നു. നീതിപ്രസംഗിയായ നോഹയെ ദൈവം പെട്ടകത്തിനകത്ത് കയറ്റി താക്കോലൂരി AC സ്റ്റാർട്ട് ചെയ്തു. അവനങ്ങ് പോയി. അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ലോകമാകുന്ന ഗംഭീര വാരിധിയിൽ ട്രേഡ് ബാബിലോണിനകത്തും മഹദിയാം ബാബിലോണിനകത്തും നിർത്താതെ രക്ഷയുടെ പെട്ടകത്തിൽ കയറിയവനെ കയറ്റി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ എൻ്റെ നാഥൻ വരാറായി. 2 സോദോം. എന്താ സോദോം? സായം സന്ധ്യയിൽ 2 ദൂതന്മാർ ലോത്തിന്റെ വീട്ടിൽ ചെന്നു. പാപം. എന്താ പാപം? സ്വർഗ വിവാഹം, ചുംബന സമരം, മ്ലേച്ഛത, ലെസ്ബിയൻ മാരേജ്, ഗൈ മാരേജ്. ഇത് കണ്ടിട്ട് എന്താ ചെയ്തതെന്നറിയാമോ? ലോത്തിനോടും മക്കളോടും ഭാര്യയോടും പറഞ്ഞു, പ്രദേശത്ത് നിൽക്കരുത്, പർവ്വതത്തിലേക്ക് ഓടിപ്പോണം, തിരിഞ്ഞു നോക്കരുത്, രക്ഷയ്ക്കായി പുറത്തു വരിക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ലോത്ത് സോദോം വിട്ട നാളിൽ, ഔട്ട് ഓഫ് ദ ബൗണ്ടറി ഓഫ് ദ സോദോം, സോവേർ, അവിടെ കാല് വെച്ചെങ്കിൽ സ്വർഗത്തിൻ്റെ കരമിറങ്ങി. ആകാശത്തിന് 7 തട്ടുകൾ, സ്ട്രാറ്റോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ, അയണോസ്ഫിയർ, മിസോസ്ഫിയർ, എക്സോസ്ഫിയർ, തെർമോസ്ഫിയർ. 1-ാമത്തെ തട്ട് സ്ട്രാറ്റോസ്ഫിയർ സ്വർഗം ഒന്ന് കൈവച്ചു. എന്താ ഇറങ്ങിയ? സൾഫറും ഫോസ്ഫറസും തീയും ഗന്ധകവും ഇറങ്ങി. എൻ്റെ പ്രഭാഷണം 2-ാമത് ദിവസം കേൾക്കുന്ന മക്കളെ, ഇന്നുള്ള ആകാശവും ഭൂമിയും ദൈവം തീക്കായി സൂക്ഷിക്കുന്നു. എന്നാൽ ഇവിടെ സോദോമിന് നിതാന്തമായി ഒരു തീ വെളിപ്പെടുന്നതിന് മുമ്പ് ലോത്തിനെയും കുടുംബത്തെയും കരം പിടിച്ച് സോവേറിൽ പുറത്താക്കി കൊണ്ടുപോയെങ്കിൽ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുവാൻ എൻ്റെ നാഥൻ വരാറായി. യേശു ഒലിവുമലയിൽ പറഞ്ഞതുപോലെ, നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ വരവിൽ ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ ഒരു കുഞ്ഞ് നമ്മുടെ കുടുംബത്തിനകത്ത് മരണത്തിലോ അവശനിലയിലോ ഇരിക്കാതിരിക്കാൻ വേണ്ടി നാം കൊടുക്കും ഒരു പൾസ് പോളിയോ. അങ്ങനെയെങ്കിൽ മനുഷ്യന് വന്ന വൈറസാ പാപം. ഈ പാപത്തിന് പരിഹാരം എന്തുണ്ട്? ബൈബിളിനകത്ത് ഒന്നേ ഉള്ളൂ, അവൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ, മനുഷ്യകുലത്തിന് പോളിയോ വരാതിരിക്കാൻ 3 തുള്ളി ഡോസ്. എന്നാൽ അന്ന് പോളിയോയ്ക്ക് വേണ്ടി
നമുക്ക് മറുവിലയായി ഒന്നുണ്ട്. കാൽവറിയിൽ നമുക്ക് വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നെങ്കിൽ അവൾക്ക് ശീനാർ ദേശത്തൊരു വീട് പണിയുന്നു. മ്ലേച്ഛതകളുടെയും ശൂന്യതകളുടെയും മഹാവേശ്യയായി ബാബിലോൺ ആരാധന ഇപ്പോഴും പടരുന്നു. തകരും. മനുഷ്യൻ്റെ ദേഹം, ദേഹി, പ്രാണൻ ഇവളെല്ലാം വിൽപ്പന ചരക്കാകും. ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് നിർത്താം. 1912 ഏപ്രിൽ മാസം 14 ബ്രിട്ടനിലെ വൈറ്റ് ഹൗസ് ഷിപ്പിംഗ് കമ്പനി ഒരു കപ്പലുണ്ടാക്കി, ടൈറ്റാനിക്. ആ കപ്പല് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടൊരു കപ്പലെന്ന് ലോകം പറഞ്ഞു. 50,000 ഹോഴ്സ് പവർ എൻജിൻ, 2223 കിലോമീറ്റർ. എവിടത്തേക്കുള്ള യാത്രയാണെന്നറിയാമോ മക്കളെ? ബ്രിട്ടൻ മുതൽ അമേരിക്ക വരെ. അതിൻ്റെ ക്യാപ്റ്റൻ്റെ പേരാ സ്മിത്ത്. 152 അടി നീളം, വീതി 92, ഉയരം 50. 3500 പേർ ആ കപ്പലിനകത്ത് കയറി. യാത്ര സന്തോഷം. ടൈറ്റാനിക്. കുഞ്ഞേ, അവർ പറഞ്ഞത്, ക്യാപ്റ്റൻ സ്മിത്ത് പറഞ്ഞു, ദൈവം വിചാരിച്ചാലും ഈ കപ്പലിനെ തകർക്കാൻ പറ്റത്തില്ല. മക്കളെ, ആഴിയുടെ ആഴങ്ങളിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിനകത്ത് കപ്പൽ നീങ്ങുമ്പോൾ ഫ്രണ്ടിലുള്ള ഗ്ലാസ്സിൽ കൂടി മഞ്ഞുമലയെ കാണുന്നു. ക്യാപ്റ്റൻ സ്മിത്ത് സബോർഡിനേറ്റ്സ് ടെൽ ചെയ്തു, ക്യാപ്റ്റൻ സീ ദ ഐസ് വാൾസ് കം ടു ദ റിവർ. ക്യാപ്റ്റൻ സ്മിത്ത് പറഞ്ഞു, ഡു നോട്ട് അഫ്രൈഡ്, ദ എൻജിൻ ഈസ് ഗോയിങ് 50,000 ഹോഴ്സ് പവർ. ദൈവം വിചാരിച്ചാലും ഈ കപ്പലിനെ തകർക്കാൻ പറ്റത്തില്ല. മുന്നറിയിപ്പുകളെ അവഗണിച്ചുകൊണ്ട് ഈ കപ്പൽ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നീന്തി തുടിച്ചു. ഐസിന്റെ മലയ്ക്കകത്ത് തട്ടി 3500 പേരുമായി കന്നി യാത്രയിൽ അമേരിക്കയിലേക്ക് പോയ കപ്പൽ ടൈറ്റാനിക് കപ്പലിൽ തകർന്നു. വെള്ളത്തിനകത്ത് മഞ്ഞുമലയിൽ തട്ടി. കുഞ്ഞെ, ലോകത്തിൽ നീ എന്തൊക്കെ കെട്ടിപ്പൊക്കിയാലും ആരൊക്കെ പറഞ്ഞാലും ഇത് തകരത്തില്ലെന്ന് പറഞ്ഞാലും കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ഇത് തകരാൻ കാലമായി. പണ്ട് ഒരപ്പച്ചൻ ഒരു പെട്ടകമുണ്ടാക്കി. ആരാ സ്ട്രക്ചർ കൊടുത്തത്? സ്വർഗം. നോഹയുടെ പെട്ടകം. ഗോഫേർ മരം കൊണ്ട് 300, 50, 30 നീളം, വീതി, വിസ്തീർണം. നോഹയോട് സ്വർഗം പറഞ്ഞ കാര്യം നിവർത്തിച്ചു. അവൻ പെട്ടകത്തിനകത്ത് കയറി. പെരുമഴ പെയ്തു. ഈ പ്രഭാഷണം ആത്മാവിൽ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, 40 രാവും 40 പകലും മഴ പെയ്തു. പെട്ടകം ഒത്തിരി കറങ്ങി. നോഹയും മക്കളും വിചാരിച്ചു മുങ്ങിപ്പോകും. എന്നാൽ യഹോവയാൽ പണിയപ്പെട്ട പെട്ടകം അല്പ കറങ്ങിയാലും, ആത്മാവിൽ ഈ പ്രഭാഷണം കേൾക്കുമ്പോൾ ഒരു ദൂത് ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ എഴുന്നേൽക്കാവൂ. നിന്റെ ഭവനം അല്പ കുഴഞ്ഞാലും, നിന്റെ ശുശ്രൂഷയിൽ ഒരു പോരാട്ടം വന്നാലും, ദേശത്ത് ആരൊക്കെ നിനക്കെതിരെ പഴി പറഞ്ഞാലും, അല്പമൊന്ന് ചാഞ്ചാടിയാലും, വചനത്താൽ നീ പണിയപ്പെട്ടുവെങ്കിൽ നിന്നെ ഒരരാരാത്തിനകത്ത് നോഹയുടെ പെട്ടകത്തെ ഉറപ്പിച്ചതുപോലെ ഉറപ്പിക്കുവാൻ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ടൈറ്റാനിക് കപ്പൽ ലോകത്തിന്റെ ദൃഷ്ടിയിൽ ഉണ്ടാക്കിയപ്പോൾ മഞ്ഞുമലയിൽ തകർന്നെങ്കിൽ വചനത്താൽ പണിയപ്പെട്ട നോഹയുടെ പെട്ടകത്തെ ഉറപ്പിക്കുവാൻ ഒരരാരത്ത് ഒരുങ്ങിയെങ്കിൽ സ്വർഗീയ നാഥൻ, സ്വർഗീയ സിയോനിൽ തൻ്റെ മക്കളെ ചേർക്കുവാൻ ഈ തലമുറയിൽ വെളിപ്പെടാറായി. സമയത്തിലും അസമയത്തിലും നാഥൻ വെളിപ്പെടും. ദൈവസഭയെ, ദൈവ കുഞ്ഞുങ്ങളെ, മിഡിൽ ഈസ്റ്റ് ക്രിസ്ത്യൻ ചാനല്, ഹല്ലേലൂയ യൂത്ത് മൂവ്മെന്റ്, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. കാലം സമീപമായി. ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങുക. നമ്മുടെ നാഥന്റെ വരവ് അന്ത്യകാലം. തുർക്കിയിലെ എർദോഗൻ ഹാഗിയ സോഫിയ പിടിച്ചു കഴിഞ്ഞു. മിഡിൽ ഈസ്റ്റിൽ ഒരു യുദ്ധത്തിന്റെ പുകമറ. ആരും തെറ്റിദ്ധരിക്കരുത്. ഇന്ത്യയോട് ചൈന വളരെ വിശാലമായി ഒരു യുദ്ധത്തിന് വേണ്ടി കൊതിക്കുന്നു. ഇന്ത്യക്ക് സപ്പോർട്ടായ ഓസ്ട്രേലിയ. കഴിഞ്ഞ ദിവസങ്ങൾ നിങ്ങൾ കാണണം. രാഷ്ട്രീയവും ബൈബിളും. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി റഷ്യ ഒരു ഉച്ചകോടി കഴിഞ്ഞു. നേരെ എവിടത്തേക്കാണ് വന്ന? ഇറാനിൽ വന്നപ്പോൾ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെ എതിരേറ്റത് അമീർ ഖാത്തമി, ഇറാന്റെ വിദേശകാര്യമന്ത്രി. തൊട്ടുപുറകെ ഇറാന്റെ വിദേശകാര്യമന്ത്രിയെ കൈകൊടുക്കാൻ ഒരാൾ പോയി. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ജയശങ്കർ. അർത്ഥം, ചൈനയും പാകിസ്ഥാനും ഇന്ത്യക്കെതിരെ നിൽക്കുമ്പോൾ ബാക്കി വ്യാപാര കാര്യങ്ങളെ കയ്യിലാക്കുവാൻ കൂർമ്മബുദ്ധിയോട് റഷ്യയിൽ നിന്ന് ഉച്ചകോടി കഴിഞ്ഞിട്ട്
ശ്രീ രാജ്നാഥ് സിംഗ് ഇറാനിൽ ഇറങ്ങി ഇറാൻകാരനുമായിട്ട് കൈ കൊടുത്തെങ്കിൽ തൊട്ടുപുറകെ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ ഇറാനിൽ ഇറങ്ങി കൈ കൊടുത്തെങ്കിൽ, ബ്രിഗേഡിയറുമായി കൈ കൊടുത്തെങ്കിൽ, ഈ മേഖലയ്ക്കകത്ത് ഒരു യുദ്ധത്തിന്റെ പ്രകമ്പനം കേട്ടു തുടങ്ങി. തീർന്നില്ല. തുർക്കിയിലെ രാജാവ് പറയുന്നു, എർദോഗൻ ഇവിടെല്ലാം ഞാൻ പിടിച്ചെടുക്കുമെങ്കിൽ സൈപ്രസ്, ഗ്രീസും ഇന്ന് പറയുന്നു തുർക്കിക്കാരനെ വെറുതെ വിടത്തില്ല. തുർക്കിയുടെ കരിങ്കടലിനകത്ത് കോടിക്കണക്കിന് എണ്ണയുടെ പരിവേഷണത്തിനകത്ത് ഇന്ന് കപ്പലുകളെ അയച്ച് തൊയ്ബ് എർദോഗൻ കാര്യം നടത്താൻ പോകുമ്പോൾ ബ്രിട്ടന്റെ അധീനത്തിനകത്ത് തുർക്കിയുടെ ഹല്ലേലൂയ എതിരായി സൈപ്രസ് ഗ്രീസും ഒരുമിക്കുന്ന കാഴ്ച ഇവിടുത്തെ വാർത്താ മാധ്യമങ്ങൾ കാണുമ്പോൾ വിശുദ്ധ തിരുവചനത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. മത്തായി 24:7 യുദ്ധങ്ങളെ കുറിച്ചും യുദ്ധശ്രുതികളെ കുറിച്ചും നിങ്ങൾ കേൾക്ക്, ചഞ്ചലപ്പെട്ടു പോകരുത്, അത് സംഭവിപ്പാനുള്ളത് തന്നെ. യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ്, വെടികൾ പൊട്ടുന്നതിന് മുമ്പ് നമ്മുടെ നാഥൻ മധ്യാകാശത്തിൽ വരാൻ കാലമായി. പ്രവചനങ്ങൾ മുഴുവൻ ലോകരാഷ്ട്രങ്ങളോടുള്ള ബന്ധത്തിൽ നിറവേറി കഴിഞ്ഞിരിക്കുന്നു. ഹാഗിയ സോഫിയായും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ലോകം വിരട്ടുമ്പോഴും വരുമ്പോൾ അടുത്ത രാത്രിയിൽ നടക്കാൻ പോകുന്ന ഇസ്രയേലിനെതിരെ ഒരു യുദ്ധം വരാൻ പോകുന്നു. അത്തിയെ നോക്കി ഒരു ബൊമ്മ പഠിപ്പിൻ, കൊമ്പിളതായി. ഇസ്രയേൽ സെപ്റ്റംബർ മാസം 15-ാം തീയതി ഒരു കരാർ ഒപ്പിട്ട് കഴിഞ്ഞു. അബുദാബി, ഇസ്രയേൽ, ബഹറിൻ, എവിടത്തേക്ക് ലോകം പോകുന്നു? അത്തി തളർത്ത് കൊമ്പിളതായി. ഈറ്റുനോവിന്റെ ആരംഭം. കുഞ്ഞെ, ഈ സത്യത്തിന്റെ വചനം കേട്ടെങ്കിലും നെറ്റുകീറി ഞങ്ങൾ പ്രസംഗിക്കുന്നത് ഒരാത്മാവിന്റെ രക്ഷയ്ക്ക്. ലോക സംഭവങ്ങൾ മുഴുവൻ നിങ്ങളുടെ കണ്ണിന് മുൻപിൽ ഒരു കലണ്ടർ മാറ്റുന്നത് പോലെ അവസാനത്തെ ഇന്ത്യയുടെ ചുവടുവെപ്പ്, ചൈനക്കെതിരെ ഒരു കൂട്ടം എഴുന്നേൽക്കുന്നതിന് മുൻപിൽ ഇറാനെ കൂടെ ചേർത്ത് പിടിക്കുമ്പോൾ എവിടെയൊക്കെയോ ഒരു യുദ്ധത്തിന്റെ അലയൊലി മുഴങ്ങാൻ കാലമായി. എന്നാൽ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് മറ്റൊരു കാഹളം മധ്യാകാശത്തിൽ കർത്താവിന്റെ മുഴങ്ങും. ആ ദിനത്തിന് വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കാം. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയ്ക്കാം. തുടങ്ങിയത് ഒരു രോഗിയുടെ വിഷയമാണ്. ആത്മാവിൽ ഒരു ദൂത് പറയാം. 38 വർഷം ബെഥസ്ദ കുളക്കടവിൽ ഒരുവൻ കിടക്കുകയാണ്. മറ്റു നാട്ടുകാര് അവര് ടെലിഫോൺ ചെയ്താണ്, മോനെ ഇനി അവിടെ കിടന്നിട്ട് കാര്യമില്ല, ആംബുലൻസ് അയക്കാം. കുളം കലങ്ങുമ്പോൾ ഈ പ്രിയപ്പെട്ടവനെ അതിനകത്തിറക്കം ഒരു കുഞ്ഞുങ്ങളും ഉണ്ടായില്ല. പക്ഷേ അവന്റെ കാത്തിരിപ്പിന് ഒരു പരിസമാപ്തിയുണ്ട്. ഈ കൊറോണയ്ക്കകത്ത് തന്നെ കേൾക്കുന്ന അപ്പച്ച, അമ്മച്ചി, സഹോദര, പഠിക്കുന്ന മോനെ, മോളെ, ദർശനത്തിന് ദൈവം ഒരവധി വെച്ചിട്ടുണ്ട്. വർഷം എത്ര പോയാല് 38 വർഷം നീ ബെഥസ്ദ കുളക്കടവിനകത്ത് കിടന്നാൽ വരുവാനുള്ളവൻ, യെസ്, എന്റെ യേശുനാഥൻ അവിടെ വന്ന്, കുഞ്ഞേ, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? ഒരുപക്ഷെ ഇന്ന് രണ്ടാമത് രാത്രി വീട്ടിനകത്ത് ബ്രദർ നീ ഒരു കടക്കയിലായിരിക്കും, അമ്മച്ചി ഒരു കടക്കയിലായിരിക്കും, ദീർഘവർഷങ്ങളായി ഒരു മാരകമായ വിഷയത്തിലായിരിക്കും. എന്നാൽ അദൃശ്യനായ യേശുവിന്റെ കരം നിന്റെ കടക്കയ്ക്ക് സമീപം എത്തിക്കൊണ്ടിരിക്കുക. വിശ്വാസത്തോടെ നിന്റെ രോഗമുള്ള ഭാഗത്ത് കൈവച്ചു പറയാൻ എനിക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ട്. എല്ലാ ക്യാൻസറുകളും യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. എല്ലാ ട്യൂമറുകളും യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ഹല്ലേലൂയ. 38 വർഷമായി കട്ടിലിനകത്ത് ഒരുവൻ കിടക്കുന്നെങ്കിൽ അവൻ കിടക്കയെടുത്ത് എഴുന്നേറ്റ് നടന്നതുപോലെ ഈ വർഷത്തിന്റെ അവസാനത്തിൽ ആദിയെങ്കിൽ കയ്പെങ്കിൽ അന്ത്യത്തിൽ മധുരമാക്കുന്ന ദൈവത്തിന്റെ കരം ചില രോഗികള് ഇന്ന് രാത്രി തൊട്ട് സൗഖ്യമാകട്ടെ. ഈ മിനിറ്റിനകത്ത് ലോകത്തിന്റെ വൻകരകൾ ഈ പ്രക്ഷേപണം എത്തുന്ന സ്ഥലത്ത് ഒരു അൺടച്ചബിൾ ഹീലിംഗ് പവർ കരുണാമയനായ ദൈവമേ
അടുത്ത ദിനത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കാണുന്നത് വരെ അത്യുന്നതന്റെ മറവിന്റെ ചിറകിൽ തിരുമേനി കാക്കണം. എല്ലാ മഹത്വവും അപ്പച്ചന് യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ. ആമീൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.